അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇൻസ്പയർ ടെക്നിക്കൽ PSC സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് ആർക്ക് വെൽഡിങ്ങിൽ ഒരു മെറ്റീരിയൽ പ്രിപ്പറേഷൻ എന്ന് പറയുന്ന ഏരിയ പഠിക്കേണ്ടതുണ്ട്, മെറ്റീരിയൽ ക്ലീനിങ് പഠിക്കണം, അതുപോലെ തന്നെ ബേസിക്സ് ഓഫ് ആർക്ക് വെൽഡിംഗ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മുടെ സിലബസിൽ എന്താ പറയാ, മെറ്റീരിയൽ പ്രിപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം കൊടുക്കുന്നില്ല. ഇപ്പൊ എന്തിനാണ് മെറ്റീരിയൽ വെൽഡിങ്ങിന് മുമ്പ് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യകത വരുന്നത്? അതാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ പഠിക്കാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഒരു മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യുന്നത്, എന്താണ് അതിന്റെ നീഡ് എന്ന് പറയുന്നത്, അല്ലെ? വൈ പ്രിപ്പയർ മെറ്റീരിയൽ ബിഫോർ വെൽഡിങ്, ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമ്മളവിടെ വന്നിരിക്കുന്നത്, അല്ലെ? ക്ലിയർ. അപ്പൊ നമുക്ക് തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഈ ഗ്യാസ് ബിൽഡിംഗ് ഒക്കെ പഠിച്ച സമയത്തും നമുക്കറിയാം മെറ്റീരിയൽ പ്രിപ്പറേഷൻ ആവശ്യമുണ്ട്, എഡ്ജ് പ്രിപ്പറേഷൻ ആവശ്യമുണ്ടെന്ന് കാര്യങ്ങളൊക്കെ. കാരണം നമുക്കറിയാം, നമുക്ക് ഇപ്പൊ ഒരു റെയിൽവേ കോച്ച് ഉണ്ടാക്കണം, എയറോപ്ലെയിനിലെ പാർട്സ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഗേറ്റ് ഉണ്ടാക്കണം, വിൻഡോയുടെ ഗ്രില്ല് ഉണ്ടാക്കണം, ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഒരു ടാങ്ക് ഉണ്ടാക്കണം, വാട്ട് എവർ ഇറ്റ് ഈസ്. നമുക്ക് അവിടെയൊക്കെ എന്തുണ്ട്, നമുക്ക് വെൽഡിങ്ങിന്റെ ആവശ്യകതയുണ്ട്. അപ്പൊ നമുക്കറിയാം, റിയൽ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരിക്കലും എക്സാക്ട് സൈസിലല്ല നമുക്ക് എന്തുണ്ടാവുന്നത്, നമുക്ക് ഈ സംഭവം കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നത്, അല്ലെ? നമ്മളൊരു ഫാബ്രിക്കേഷൻ ഒരു സ്റ്റോറിൽ പോയിട്ട് നമുക്കൊരു പർട്ടിക്കുലർ സാധനം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് സൈസിലായിരിക്കും എന്തുണ്ടാവുക, ഈ പറയുന്ന മെറ്റീരിയൽ ഒക്കെ അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക. ഇപ്പൊ GI ഷീറ്റ് നമ്മൾ എടുക്കാൻ പോകുന്നു, അല്ലെങ്കിൽ GI പൈപ്പ് എടുക്കാൻ പോകുന്നു, അപ്പൊ എന്താണ് 6 മീറ്ററിലാണ് കിട്ടുന്നത്, അല്ലെ? അപ്പൊ ഇതിന് നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇതിനെ കട്ട് ചെയ്ത് നമുക്ക് വേണ്ട സൈസിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ക്ലിയർ. അതായത് നമ്മുടെ സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് സൈസിലായിരിക്കും അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ലെങ്തിലോ സ്റ്റാൻഡേർഡ് തിക്നെസ്സിലോ ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇതിനെ നമുക്ക്, ഈ ലാർജർ പീസസിനെ നമുക്ക് വേണ്ട ഡയമെൻഷനിലേക്ക്, നമ്മുടെ റിക്വയർഡ് ഡയമെൻഷൻസിലേക്ക് നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, മാറ്റിയെടുക്കേണ്ടതുണ്ട്. അതാണ് പ്രൈമറി കൺസേൺ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ സ്റ്റോക്സ് എന്ന് പറയുന്നത്, സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ബ്ലോക്കിന്. അപ്പൊ സ്റ്റോക്ക് സംതിങ് സ്റ്റാൻഡേർഡ് സൈസസ് ആണ്, അല്ലെങ്കിൽ പൈപ്പ് ആയാലും സ്റ്റാൻഡേർഡ് ലെങ്ത്തിലാണ് ഉണ്ടാവുക. ഇതിനെ നമുക്ക് വേണ്ട റിക്വയർഡ് ഡയമെൻഷൻസിലേക്ക് മാറ്റിയെടുക്കേണ്ടത്. ഓക്കെ. രണ്ടാമതൊന്ന് ഓർത്ത് വെക്കേ, ഇത് ഒരു പർട്ടിക്കുലർ ഷോപ്പിൽ ഇത് കുറെ നാൾ ഇരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇത് നമുക്ക് തന്നെ അറിയാം, നമ്മുടെ വീട് ഒരു 2 ദിവസം കൂട്ടിയിട്ട് പോയി വന്നുള്ള അവസ്ഥ എന്താണെന്ന്, അല്ലെ? സെയിം ലൈക്ക് ഡേർട്ട് ഉണ്ടാവും, ഓയിലും ഗ്രീസും കാര്യങ്ങളും ഉണ്ടാവും, അതുപോലെ തന്നെ മോയിസ്ചർ കണ്ടന്റ് ഉണ്ടാവും, സർഫേസിൽ റസ്റ്റ് പിടിച്ചിട്ടുണ്ടാവും. അപ്പൊ ഒരു ലോങ് സ്റ്റോറേജിലേക്ക് ഇതിനെ നമ്മൾ ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കുറേ പ്രശ്നങ്ങൾ സർഫേസിൽ ഉണ്ടാവും. അപ്പൊ ഇത് ക്ലീൻ ചെയ്തില്ല എന്ന് വിചാരിക്കുക. ഇത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഓഫ് കോഴ്സ് എന്ത് സംഭവിക്കും, നമ്മുടെ വെൽഡിങ്ങിന് ഡിഫക്ട്സ് ഉണ്ടാവും, വളരെ വീക്ക് ആയിട്ടുള്ള ജോയിന്റ്സ് ഉണ്ടാവും. അപ്പൊ ഈ ജോയിന്റ് എന്താവാം, ക്രാക്ക് ആവാം, ബ്രേക്ക് ആവാം. ക്ലിയർ. അതുകൊണ്ട് ജോയിനിങ് സർഫേസ് എന്ന് പറയുന്നത് ത്രൂലി നമ്മൾ എന്ത് ചെയ്യണം, ഡേർട്ട്, ഓയിൽ, പെയിന്റ്, വാട്ടർ, ഓക്സൈഡ്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ബിഫോർ വെൽഡിങ് എന്ത് ചെയ്തിട്ടുണ്ടാവണം, ക്ലീൻ ചെയ്തിട്ടുണ്ടാവണം. എങ്കിൽ മാത്രമാണ് നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സൗണ്ട് ജോയിന്റ് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഈ പറയുന്ന നമുക്ക് വേണ്ട ഒരു സ്റ്റാൻഡേർഡ് സൈസിൽ നിന്ന് നമുക്ക് വേണ്ട സൈസിലേക്ക് മാറ്റാൻ വേണ്ടി നമുക്ക് ഒരുപാട് കട്ടിംഗ് മെത്തേഡ്സ് എന്ത് ചെയ്യാം, ഇംപ്ലിമെന്റ് ചെയ്യാം. ആ കട്ടിംഗ് മെത്തേഡ്സ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഡിഫറെന്റ് മെത്തേഡ്സ് ടു കട്ട് മെറ്റൽ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ആദ്യം ഓർത്തിരിക്കണം ബൈ ചിസലിംഗ്. ദെൻ പറയാണ് ബൈ ഹാക്സോയിങ്, ഷിയറിംഗ് ബൈ യൂസിങ് ഹാൻഡ് ലിവർ ഷിയർ, യൂസിങ് guillotine shear, by gas cutting. ഓക്കെ, 5 മെത്തേഡ്സ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട്. എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഒരു കോൾഡ് ചിസൽ അല്ലെങ്കിൽ ചിസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു ഹാൻഡ് ടൂൾ ഫോർ കട്ടിംഗ് ആണ്, അല്ലെ? അപ്പൊ ഇത് കൂടുതലായിട്ടും തിൻ ഷീറ്റ് മെറ്റലുകളൊക്കെ ജസ്റ്റ് ചിപ്പ് ചെയ്ത് ഒരു അൺവാണ്ടഡ് ബിറ്റ്സുകളൊക്കെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കളയാൻ വേണ്ടി മാത്രമാണ് നമുക്ക് ചിസൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഹാക്സോ വിത്ത് ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ചും കൂടെ ഒരു മാനുവൽ കട്ട്, ഒരു ബാർസിനെയൊക്കെ നമുക്ക് കട്ട് ചെയ്യാൻ. നമ്മുടെ പോളി പഠിക്കുന്ന സമയത്ത്, എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത്, IT യിലുള്ള സമയത്തൊക്കെ നമ്മൾ ബേസിക് ഫിറ്റിംഗ് എല്ലാവരും തന്നെ പഠിച്ചിട്ടുള്ളതായിരിക്കും, വർക്ക്ഷോപ്പ് ചെയ്തിട്ടുള്ളതായിരിക്കും. അവിടെ നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്, നമ്മൾ ഹാക്സോ വിത്ത് ഫ്രെയിം ആണല്ലേ. സ്മോൾ പൈപ്പുകളെയും പ്ലേറ്റുകളെയും ഒക്കെ നമുക്ക് ഹാക്സോ വെച്ചിട്ട് കട്ട് ചെയ്യാം. ഹാക്സോനെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്തായിട്ടുള്ളതാണ്, പഠിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ് ആണ് ഹാൻഡ് ലിവർ ഷിയർ. ഇത് എന്ന് പറയുന്നത് ഒരു ലിവർ ഓപ്പറേറ്റഡ് ഷിയർ ആണ്, കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. എന്തിനെയാണ്, തിൻ ഷീറ്റുകളെ കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് വരുന്നു ഗില്ലോട്ടൈൻ ഷിയർ. ഇത് മറ്റേത് ഹാൻഡ് ലിവർ ഷിയർ ആണെങ്കിൽ ഇവിടെ ഗില്ലോട്ടൈൻ ഷിയർ ആണ്. ഇത് എന്ന് പറയുന്നത് എന്താണ്, ഒരു മെഷീൻ ഓപ്പറേറ്റഡ് ഷിയർ ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ഓക്സി അസറ്റിലിൻ കട്ടിംഗ് ടോർച്ച്. നമ്മൾ ഗ്യാസ് കട്ടിംഗ് പഠിച്ചാണ്.
അപ്പൊ തിക്കർ പ്ലേറ്റ്സ് ആൻഡ് പ്രൊഫൈൽസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഗ്യാസ് കട്ടിങ്ങൾ യൂസ് ചെയ്യാം. ഈസ് ഇറ്റ് ക്ലിയർ? അപ്പൊ ഇവിടെ നോക്കിയേ 1 to 4 1 2 3 4 എന്ന് പറയുന്നത് നമുക്ക് എന്ത് കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം? എന്ത് കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം? തിൻ ഷീറ്റുകൾ കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. തിൻ ഷീറ്റ്സ് കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഓക്കെ, തിക് മെറ്റീരിയൽസിന് 2O സി ഹാക്സോ വെച്ചിട്ട് നമുക്ക് കുറച്ച് തിക്കുള്ളത് കട്ട് ചെയ്യാം. ഗുല്ലറ്റിൻ ഷീർ വെച്ചിട്ട് നമുക്ക് കട്ടിയുള്ളത് കട്ട് ചെയ്യാം. ബൈ ഗ്യാസ് കട്ടിങ് നമുക്ക് കട്ടിയുള്ള മെറ്റീരിയൽസ് കട്ട് ചെയ്യാം. അപ്പൊ 2, 4, 5 എന്ന് പറയുന്നത് തിക്ക് മെറ്റീരിയൽസിനെ കട്ട് ചെയ്യാനും യൂസ് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ. കാരണം ഹാൻഡ് ലിവർ ഷീർ വെച്ചിട്ടും ചിസിലിംഗ് വെച്ചിട്ടും നമുക്ക് തിൻ മെറ്റീരിയൽസ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ 1 to 4 എന്ന് പറയുന്നത് തിൻ മെറ്റീരിയൽസ്, 2, 4, 5 എന്ന് പറയുന്നത് തിക്ക്. അപ്പൊ 2, 4 എന്ന് പറയുന്നത് കോമൺ. ക്ലിയർ? ക്ലിയർ ആണോ? മേ ബി ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചിലപ്പോൾ കയറി വന്നേക്കാം, വലിയ പ്രോബബിലിറ്റി ഒന്നുമില്ല. ഇനി ഇതിന് ശേഷം നമ്മൾ കട്ട് ചെയ്താൽ കഴിഞ്ഞാൽ മാത്രം അവിടെ പരിപാടി തീർന്നോ? ഇല്ല അല്ലെ. ഇതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം? എഡ്ജ് ഫിനിഷ് ചെയ്യണം. സപ്പോസ് നമ്മുടെ കയ്യിലുള്ള ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു മെറ്റീരിയൽ ഉണ്ട് എന്ന് വിചാരിക്കുക. ഇത് ഒരു 25 mm ഡയമീറ്റർ ഉണ്ട് എന്ന് വിചാരിക്കുക. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹാക്സോ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്തു. ഹാക്സോ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്തു. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് വെൽഡ് ചെയ്യുന്ന മെറ്റീരിയൽ, വെൽഡിങ് നമ്മുടെ ഒരു വർക്ക്ഷോപ്പ് പ്രാക്ടീസ് ആണ്. ഇതുപോലെയുള്ള സ്റ്റോക്ക് വലിയ ബാറുകളായിരിക്കും നമുക്ക് ഉണ്ടാവുക അല്ലെ. അപ്പൊ ഇതുപോലെയുള്ളത് നമ്മൾ ഇതിന് വെച്ച് കട്ട് ചെയ്തു, ഹാക്സോ വെച്ച് കട്ട് ചെയ്തു. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബിഫോർ വെൽഡിങ് നമുക്ക് എന്ത് ചെയ്യണം? ഈ കട്ടിങ് ഏരിയ ക്ലിയർ ആയിട്ട് ഈ എഡ്ജസിലെ ബർസ് ഒക്കെ റിമൂവ് ചെയ്യണം അല്ലേ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്ത് ഇംപ്ലിമെന്റ് ചെയ്യാം? ഇവിടെ നമുക്ക് ഫയല് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ആ ഒരു കോർണർ പോയിന്റ് 90 ഡിഗ്രി സ്ക്വയർ 90 ഡിഗ്രിയിലേക്ക് മാറ്റണം. ഓക്കെ, അത് എന്തിനാണ് 90 ഡിഗ്രിയിലേക്ക് മാറ്റുന്നത്? അതല്ല എങ്കിൽ നമ്മൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കും അല്ലെ. ഒരു പ്രോപ്പർ ഫിറ്റ് അവിടെ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഈ സർഫേസ് എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ട് ഫിറ്റ് ആയാൽ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ടുള്ള വെൽഡിങ് കിട്ടുള്ളൂ. ക്ലിയർ? അപ്പൊ നമ്മൾ നോർമലി നമുക്ക് ഫയൽ വെച്ചിട്ട് തന്നെ ബർത്ത് റിമൂവ് ചെയ്യാം. ബട്ട് ഒരു കണ്ടീഷൻ നമ്മൾ പറയാണ്, ഫോർ ഫെറസ് പ്ലേറ്റ്സ് ഗ്രേറ്റർ ദാൻ 3 mm thickness. ഓർത്തിരിക്കാം, ഫോർ ഫെറസ് മെറ്റൽസ് greater than 3 mm thick ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വി ആർ റെക്കമെൻഡിങ് ഗ്രൈൻഡിങ്. എവിടെ നിന്ന് ചെയ്തോളാം ഗ്രൈൻഡിങ്? എവിടെ നിന്ന് ചെയ്യണം? ഒരു ബെഞ്ച് ഗ്രൈൻഡിങ്ങിലോ ഒരു പെഡസ്റ്റൽ ഗ്രൈൻഡിങ്ങിന്റെയോ സഹായത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്തോളുക? സ്ട്രൈറ്റൻ ചെയ്തോളുക, അല്ലെങ്കിൽ സ്ക്വയറിംഗ് ചെയ്തോളുക, അല്ലെങ്കിൽ സ്മൂത്ത് ആക്കിക്കോളുക. വാട്ട് എവർ ഇറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈം യൂസ് ചെയ്യാം. ബട്ട് ഓർത്തിരിക്കേണ്ടത് ഈ ഒരു വാല്യൂ മാത്രമാണ്. 3 mm എന്ന് പറയുന്ന ഒരു വാല്യൂ ഓർത്തിരിക്കുക. ഫെറസ് എന്ന് പറയുന്ന ഒരു വാക്ക് ഓർത്തിരിക്കുക. ഗ്രൈൻഡിങ് എന്ന് പറയുന്ന ഒരു വാക്ക് കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതിനെ മൂന്നിനും കണക്ട് ചെയ്താൽ ആ ഒരു പിക്ചർ നമുക്ക് ക്ലിയർ ആയില്ലേ? ക്ലിയർ ആണല്ലോ? ഓക്കെ, കാരണം നമുക്ക് ഓയിൽ പെയിന്റ് റസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഡിഫക്ട്സ് ആൻഡ് വീക്ക് ജോയിന്റ്സ് ആയിരിക്കും. റോങ് കട്ടിംഗ് മെത്തേഡ് ആണെങ്കിൽ പ്യൂർ എഡ്ജ് ആൻഡ് ഡിസ്റ്റോർഷൻ ഉണ്ടാവും. ഡീബറിംഗ് ആൻഡ് സ്കോറിംഗ് നമ്മൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനിടയിലുള്ള ഗ്യാപ്പ് ഇഷ്യൂ ഉണ്ടാവും, മിസ്അലൈൻമെന്റ് ഉണ്ടാവും. എഡ്ജ് കൃത്യമായി ഗ്രൈൻഡ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കാം? തിക്നെസ് ഉള്ള പ്ലേറ്റുകളിൽ കൃത്യമായി ഗ്രൈൻഡ് ചെയ്തില്ലെങ്കിൽ ഈ ഗ്യാപ്പ് ഇഷ്യൂ വരും. അവിടെ ഫ്യൂഷൻ റൂട്ട് വരും അല്ലെ. അത് താഴെ വരെ നമുക്ക് എന്ത് സംഭവിക്കേണ്ടതാണ്? നമുക്ക് വെൽഡ് എത്തേണ്ടതാണ്. അവിടുത്തെ ആ ഒരു എന്താ പറയാ, ഒരു എഫിഷ്യൻസിയിൽ കുറവ് വരും. ഓക്കെ, ക്ലിയർ? അപ്പൊ എഡ്ജ് പ്രിപ്പറേഷൻ ഈസ് വെരി 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 ഇമ്പോർട്ടന്റ്. ഇനി എങ്ങനെയൊക്കെ നമുക്ക് എഡ്ജ് പ്രിപ്പയർ ചെയ്യാം, അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു കേട്ടോ, ഇനി ഇതിലൊരു സംശയം ഉണ്ടാവരുത്. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് എഡ്ജ് ഫിനിഷിംഗ് ആൻഡ് പ്രിപ്പറേഷൻ. ഞാൻ പറഞ്ഞു നെക്സ്റ്റ് വരുന്നതാണ് എന്ത്? എങ്ങനെ എഡ്ജ് പ്രിപ്പയർ ചെയ്യാം, ഈ ജോയിനിങ് എഡ്ജസ്, അല്ലെങ്കിൽ എങ്ങനെ ഷേപ്പ്, ഏതൊക്കെ ഷേപ്പ് കൊടുക്കാം, ബിവലിംഗ് എന്തിനു കൊടുക്കുന്നു, ക്ലീനിങ് എങ്ങനെ കൊടുക്കുന്നു, ഗ്യാപ്പ് എങ്ങനെ സെറ്റ് ചെയ്യുന്നു. ബിഫോർ വെൽഡിങ് നമ്മൾ ഇതൊക്കെ ചെയ്യണം അല്ലെ. ഓക്കെ, ബിഫോർ വെൽഡിങ് നമ്മൾ ഇതൊക്കെ ചെയ്യണം. എങ്കിലാണ് ഒരു സ്ട്രോങ് എക്കണോമിക്കൽ ഡിഫക്ട് ഫ്രീ വെൽഡ് നമുക്ക് കിട്ടുള്ളൂ. ആ 3 പോയിന്റുകളും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതിന്റെ എന്താണ് ഇതിന്റെ നെസസിറ്റി എന്നുള്ളതും കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. വാട്ട് ഈസ് ദ നെസസിറ്റി? എന്താണ് എഡ്ജ് പ്രിപ്പറേഷൻ? എഡ്ജ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിനിങ് എഡ്ജസ് ബിഫോർ വെൽഡിങ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിനാണ്. എന്തിനാണ് എന്ന് നമുക്കറിയാം. എന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയാണ് ലോവർ കോസ്റ്റ്.
ഓക്കെ, കാരണം എന്താണ്, ഈ ജോയിന്റ് ഷേപ്പ് കൃത്യമായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലീഡ് ടൈം, നമുക്ക് അതായത് വെൽഡിങ് ടൈം ഒരുപാട് കൂടും. റിക്വേർഡ് സ്ട്രെങ്ത് നമുക്ക് കിട്ടണം. പ്രോപ്പർ ആയിട്ടുള്ള ഗ്രൂവ് എടുത്തില്ലെങ്കിൽ നമുക്ക് ഈ റൂട്ട് വരെ ഇതിന്റെ പെനട്രേഷൻ എത്തില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഡിസൈൻ സ്ട്രെങ്ത് മീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ റിക്വേർഡ് സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടി നമുക്ക് എഡ്ജ് പ്രിപ്പറേഷൻ വേണം. ഈ പ്രോസസ് ഫിറ്റ് ഫോർ ദ പ്രോസസ്, അല്ലെങ്കിൽ ഡിഫറെന്റ് പ്രോസസ് ഉണ്ട്. SMAW ഉണ്ട്, ഓക്സിയാസിൻ ഉണ്ട്, CO2 ഉണ്ട്, മാഗ് ഉണ്ട്, മിഗ് ഉണ്ട്, ഇൽട്രോസ്ലാഗ് ഉണ്ട്. ഒരുപാട് വെൽഡിംഗ് മെത്തേഡ്സ് നമ്മൾ പഠിച്ചാണ്. അപ്പൊ ഇതിന്റെ ഒക്കെ ഇവിടെ നിന്ന് ഉള്ള ഹീറ്റിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്, അതായത് വെൽഡിങ്ങിനുള്ള ഹീറ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത് വേരിയേഷൻ ഉണ്ട്. ആ വേരിയേഷൻ അനുസരിച്ച് നമുക്ക് എന്തിൽ മാറ്റം വരുത്തിക്കോളണം, നമ്മുടെ എഡ്ജ് കണ്ടീഷൻസിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഫിറ്റ് ഫോർ ദ പ്രോസസ്, ഏത് പ്രോസസ് ആണെന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നു. ഡിപ്പെൻഡ്സ് ഓൺ ദ മെറ്റീരിയൽ. ഇപ്പൊ മൈൽഡ് സ്റ്റീൽ, സ്റ്റെയിൻലെസ് സ്റ്റീൽ, അലൂമിനിയം, കാസ്റ്റ് അയൺ, അങ്ങനെ ഒരുപാട് മെറ്റീരിയൽ നമ്മൾ പഠിച്ചു. ഇതിന്റെ ഓരോന്നിന്റെയും ബിഹേവിയർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, മെറ്റലർജിക്കൽ ബിഹേവിയർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഡിഫറെന്റ് അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് ഏത് മെറ്റീരിയൽ ആണ് എന്നാണ് നമ്മൾ ഒരു സംഭവം, ഒരു എഡ്ജ് പ്രിപ്പറേഷൻ ചൂസ് ചെയ്യുമ്പോൾ ഇമ്പോർട്ടന്റ് ആണ്. ഡിപ്പെൻഡ്സ് ഓൺ ദി തിക്നെസ്. തിൻ സെക്ഷൻസ് നമ്മൾ പഠിക്കും, ഗ്യാസ് വെൽഡിംഗ് പഠിച്ചപ്പോൾ തിൻ സെക്ഷൻസിനൊക്കെ ഫ്ലാഞ്ച്, സ്ക്വയർ ഫ്ലാഞ്ച് ഒക്കെ മതിയായിരുന്നു. ബട്ട് തിക് സെക്ഷൻ 16 mm മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ WVയുടെ കാര്യമൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ എന്താണ്, ഇതിന്റെ റൂട്ടിലേക്ക് വെൽഡ് റീച്ചബിൾ ആവില്ല. ഓക്കെ, തിക് സെക്ഷൻസിൽ നമ്മൾ നേരെ സ്ക്വയർ പോലെ വെൽഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ റൂട്ട് പോയിന്റിലേക്ക്, റൂട്ട് എന്ന് പറയുന്നത് ഏറ്റവും ബോട്ടം പോയിന്റ് ആണ് അല്ലെ, ആ റൂട്ട് പോയിന്റിലേക്ക് എന്തുണ്ടാവില്ല, പെനട്രേഷൻ എത്തില്ല. ഓക്കെ, അപ്പൊ ഡിപ്പെൻഡ്സ് ഓൺ തിക്നെസ്. ഡിപ്പെൻഡ്സ് ഓൺ വെൽഡ് ടൈപ്പ്. ഗ്രൂഡ് വെൽഡ് ആണോ, ബട്ട് വെൽഡ് ആണോ, ഫില്ലറ്റ് വെൽഡ് ആണോ അല്ലെ. ഗ്രൂ എന്ന് പറഞ്ഞാൽ ബട്ട് തന്നെയാണ്. ബട്ട് വെൽഡ് ആണോ, ഫില്ലറ്റ് വെൽഡ് ആണോ, അതിനനുസരിച്ച് നമുക്ക് എഡ്ജ് പ്രിപ്പറേഷനിൽ മാറ്റം വരുത്തേണ്ടത്. എക്കണോമിക് ഫാക്ടേഴ്സ്. ഓക്കെ, കാരണം നമുക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ടറി ആയിട്ട് ഏത് പ്രിപ്പറേഷൻ ആണ് നല്ലത്. നമുക്ക് ഒരു ചെറിയൊരു വർക്കാണ്, നമുക്ക് വർക്ക് റഫ് ആയിട്ടുള്ള വർക്കാണ്, തിക്നെസ് ഉണ്ട് എന്ന് കരുതി നമുക്ക് ഒരു എക്സ്ട്രാ ഓർഡിനറി എഡ്ജ് പ്രിപ്പറേഷനിലേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ എക്കണോമിക് ഫാക്ടേഴ്സും, അതായത് ഏറ്റവും ചീപ്പസ്റ്റ് പ്രിപ്പറേഷൻ ആണ്, ഏറ്റവും ചീപ്പസ്റ്റ് പ്രിപ്പറേഷനിൽ മാക്സിമം സ്ട്രെങ്ത് കിട്ടും, സാറ്റിസ്ഫാക്ടറി സ്ട്രെങ്ത് കിട്ടുന്നതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റെക്കമെൻഡ് ചെയ്യേണ്ടത്. അപ്പൊ ഫാക്ടേഴ്സ് കൺസിഡർ ഏതൊക്കെയാണ്, ഒന്നും കൂടെ ഓർത്തിരുന്നോ, വെൽഡിംഗ് പ്രോസസ്സുകൾ, ബേസ് മെറ്റൽ ഏതാണ്, തിക്നെസ് ഓഫ് പാർട്സ് ഏതാണ്, ടൈപ്പ് ഓഫ് വെൽഡ് ഏതാണ്, എക്കണോമിക് കൺസിഡറേഷൻ, ടൈം, കോസ്റ്റ്, എമൗണ്ട് ഓഫ് വെൽഡ് മെറ്റീരിയൽ, പ്രിപ്പറേഷൻ എഫോർട്ട്, ഇത് എല്ലാം കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മുടെ എഡ്ജ് പ്രിപ്പറേഷൻ ഏതാണ് എന്ന് പറയാം. ക്ലിയർ? ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ, ജാബിർ, വിഷ്ണു, അജ്മൽ, യാ, ഓക്കെ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക്, കാരണം ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് എഡ്ജ് പ്രിപ്പറേഷൻ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ഏതൊക്കെയാണ് എഡ്ജ് ടൈപ്പുകൾ വരുന്നത്. അപ്പൊ ഇവിടെ കുറെ എഡ്ജ് ടൈപ്പുകൾ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനൊന്നുമില്ല. ഇപ്പൊ സ്ക്വയർ ബട്ട് വെൽഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാണ് മോസ്റ്റ് എക്കണോമിക്കൽ എന്ന് പറയുന്നത്. ഓക്കെ, കാരണം ഇവിടെ ചാമ്പർ ഇല്ല, ബിവൽ നീഡഡ് ഇല്ല, ഒരു ഫാസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് മെത്തേഡ് ആണ്. ബട്ട് ഒരുപാട് തിക്നെസ് ഉള്ള മെറ്റീരിയൽ നമുക്ക് ഇത് പറ്റില്ല. ഇനി ബിവൽ ബട്ട് വെൽഡ് എന്ന് പറയുന്ന വെൽഡ് ഉണ്ട്, ബിവൽ ബട്ട് വെൽഡ്, സിംഗിൾ ബി, ഡബിൾ ബി എന്ന് പറയുന്നതൊക്കെ. ഇതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ തിക്നെസ് ഉള്ള മെറ്റീരിയൽസ് ഇല്ലേ, അതായത് റൂട്ട് ആക്സസിബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തിക്നെസ് മെറ്റീരിയൽ റൂട്ട് ആക്സസിബിൾ, അതായത് ഫ്യൂഷൻ ബോട്ടം വരെ റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ വി ഷേപ്പിലേക്ക് ഇത് കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ? കാരണം റൂട്ടിനെ ഓപ്പൺ ചെയ്ത് വെക്കണം. റൂട്ടിനെ ഓപ്പൺ ചെയ്താൽ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ട് വെൽഡ് കിട്ടുള്ളൂ. ഇനി ജെ ആൻഡ് യു ടൈപ്പ് ബട്ട് ജോയിന്റ്സ് ഉണ്ട്. ജെ ആൻഡ് യു ടൈപ്പ്, ജെ ആൻഡ് യു ടൈപ്പ്. ഈ ഒരു ഫിഗർ നിങ്ങൾ നോക്കുക, ഇതാണ് ഈ ജെ എന്ന് പറയുന്ന സംഭവം, ജെ. ഇവിടെ ഈ ഒരു ആംഗിള് ചില സമയങ്ങളിൽ ക്വസ്റ്റ്യൻ കയറി വന്നിട്ടുണ്ട്. ഈ ഡബിൾ ജെ ബട്ടില് ആംഗിൾ എത്രയാണ്, 20 ഡിഗ്രി ആണ് നമ്മൾ ഫിക്സ് ചെയ്യുക. ഇത് നമുക്ക് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ പഠിക്കേണ്ടതുണ്ട്. അപ്പൊ എന്നാൽ ഓർത്തിരിക്കുക, ഡബിൾ ജെയില് 20 ഡിഗ്രി ആംഗിൾ ആണ് ഇവിടെ പഠിക്കാനുള്ളത്. ബാക്കിയൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഫിഗർ ഒന്ന് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുപോകുന്നാൽ മതി. കാരണം സ്ക്വയർ ബട്ട് വെൽഡ് ഉണ്ട്, ബട്ട് വെൽഡുകൾ, ബിവൽ ബട്ട് വെൽഡുകൾ ഉണ്ട്, ജെ ആൻഡ് യു ടൈപ്പ് ബട്ട് ജോയിന്റുകൾ ഉണ്ട്. കാരണം അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഇപ്പൊ ഈ ജെ ടൈപ്പ് ജോയിന്റ് ഒക്കെ കൂടുതലായിട്ട് ഫില്ലറ്റ് വെൽഡുകളൊക്കെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ജെ ടൈപ്പ് റെക്കമെൻഡ് ചെയ്യുന്നത് എവിടെയാണ്, ജെ റെക്കമെൻഡ് ചെയ്യുന്നത് ഫില്ലറ്റ് വെൽഡുകളിലാണ്, ഫില്ലറ്റ് വെൽഡുകളിലാണ്. ഓക്കെ, ഫില്ലറ്റ് വെൽഡുകളിൽ. ഓക്കെ, പിന്നെ റൂട്ട് ഗ്യാപ്പ് നമ്മൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവണം. കാരണം ഒരു കൺട്രോൾ സ്പേസിംഗ് തന്നെ നമ്മൾ ഒരു സ്മോൾ റൂട്ട് ഗ്യാപ്പ് ആണ് എപ്പോഴും നമ്മൾ കൊടുക്കുക. ഓക്കെ, ക്ലിയർ? റൂട്ട് ഗ്യാപ്പ് കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഡിസ്റ്റോർഷൻ ഉണ്ടാവാം,
പെനട്രേഷനിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ഓക്കെ, ഇത് ഒരുപാട് പ്രശ്നങ്ങൾ, അതായത് ക്രാക്കിംഗ് പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ റൂട്ട് ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. എഡ്ജ് പ്രിപ്പറേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതിന് ഒരുപാട് മെത്തേഡ്സ് നമുക്ക് അവലംബിക്കാവുന്നതാണ്. ഓക്കെ, ക്ലിയർ? ഫ്ലെയിം കട്ടിംഗ്, മെഷീൻ ടൂൾ കട്ടിംഗ്, ഗ്രൈൻഡിങ്, ഫയലിംഗ് ആൻഡ് ചിപ്പിംഗ് തുടങ്ങിയ മെത്തേഡ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ? ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടതാണ് ക്ലീനിങ് ബേസ് മെറ്റൽസ്. ക്ലീനിങ് ഞാൻ പറഞ്ഞു, മെറ്റീരിയൽ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ കട്ട് ചെയ്താൽ മാത്രം പോരാ, ക്ലീനിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സും കൂടെ എന്തുണ്ട്? ഇതിൽ കയറി വരുന്നുണ്ട്. ക്ലീനിങ് ഓഫ് ബേസ് മെറ്റൽസ്. ക്ലീനിങ് ഓഫ് ബേസ് മെറ്റൽസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം വളരെ സിമ്പിൾ ആണ്. എന്താണ് ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. പക്ഷെ ഇതിൽ 2 പോയിന്റ് ആണ് ക്വസ്റ്റ്യൻസ് ആയിട്ട് കയറി വരാറുള്ളൂ. ആ ഒരു പോയിന്റ് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാം. കാരണം എവറി ജോയിന്റ് മസ്റ്റ് ബി ക്ലീൻ പ്രോപ്പർലി ബിഫോർ വെൽഡിംഗ് എന്ന് പറയുന്നത് അല്ലെ. അതായത് ഒരു സൗണ്ട് ആൻഡ് സ്ട്രോങ് വെൽഡ് കിട്ടണമെങ്കിൽ, ഒരു എന്താ പറയുക, ഇത് അച്ചീവ് ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ടും പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്യണം. ഓക്കെ, ഇഫ് ഇറ്റ് ഇസ് നോട്ട് ക്ലീൻ, ഈ ജോയിന്റ് എന്ന് പറയുന്നത് പോറസ് ആവാം, ബ്രിട്ടിൽ ആവാം, വീക്ക് ആവാം. ഓക്കെ, അപ്പൊ നമുക്കൊരു കൃത്യമായ വെൽഡ് കിട്ടില്ല. അപ്പൊ എന്തൊക്കെയാണ് ഇതിലുള്ള കണ്ടാമിനൻസ് എന്ന് പറയുന്നത്? ഓയിൽ ഉണ്ടാവാം, ഗ്രീസ് ഉണ്ടാവാം, സം സോർട്ട് ഓഫ് പെയിന്റ് ഉണ്ടാവാം, അയൺ ഓക്സൈഡ്, റസ്റ്റ് ഫോമിൽ അയൺ ഓക്സൈഡ് ഉണ്ടാവാം, വാട്ടർ വേപ്പേഴ്സ് ഉണ്ടാവാം, സ്കെയിൽസ് ഫോം ചെയ്തിട്ടുണ്ടാവാം, പിന്നെ എന്തെങ്കിലും ഫോറിൻ മെറ്റീരിയൽസ് എക്സ്ട്രാ കയറി വന്നിട്ടുണ്ടാവാം. ഇതൊക്കെ എന്താണ്? കണ്ടാമിനൻസ് ആണ്. അതായത് ബേസ് മെറ്റലുമായി ബന്ധമില്ലാത്ത ബാക്കിയെല്ലാം കണ്ടാമിനൻസ് ആണ്. അപ്പൊ ക്ലീൻ ചെയ്തില്ലെന്നുള്ള പ്രശ്നവും ഞാൻ പറഞ്ഞു, ഇത് വീക്ക് ആയിട്ടുള്ള ഒരു വെൽഡ് വീട് ഉണ്ടാകും. അപ്പൊ ഇത് എങ്ങനെയൊക്കെ ക്ലീൻ ചെയ്യാം? മെത്തേഡ്സ് ഓഫ് ക്ലീനിങ് നമ്മൾ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ദ ഫസ്റ്റ് കാറ്റഗറി ഈസ് കെമിക്കൽ ക്ലീനിങ്. ഫസ്റ്റ് കാറ്റഗറി ഈസ് കെമിക്കൽ ക്ലീനിങ്. ദ സെക്കൻഡ് കാറ്റഗറി ഈസ് മെക്കാനിക്കൽ ക്ലീനിങ്. കാരണം നമുക്ക് ഒരുപാട് ഇമ്പ്യൂരിറ്റീസ്, ഒരുപാട് കണ്ടാമിനൻസ് ഉണ്ടല്ലോ. അപ്പോ ഓയില്, ഗ്രീസ്, പെയിന്റ് തുടങ്ങിയ സംഭവങ്ങൾ ഏതൊക്കെയാണ്? ഓയിൽ, പെയിന്റ്, ഗ്രീസ് തുടങ്ങിയ സംഭവങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം? ഒരു ഡിസോൾവ് ചെയ്ത് കളയണം അല്ലെ. ഈ കണ്ടാമിനൻസിനെ ഡിസോൾവ് ചെയ്ത് കളയണം. അപ്പൊ നമുക്ക് കൂടുതലായിട്ട് ഒരു സോൾവെന്റിന്റെ സഹായത്തോടു കൂടി നമുക്ക് വാഷ് ചെയ്യുകയോ റിൻസ് ചെയ്യുകയോ ആണ് ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ഡൈല്യൂട്ടഡ് HCl യൂസ് ചെയ്യാം. ഡൈല്യൂട്ടഡ് HCl യൂസ് ചെയ്യാം. അതുകൂടാതെ അസെറ്റോൺ, ആൽക്കഹോൾ ടൈപ്പ് ഓഫ് ആൽക്കലൈൻ ക്ലീനിങ് ഏജൻസ് ഒക്കെ നമുക്ക് ഇതിന്റെ കൂടെ യൂസ് ചെയ്യാവുന്നതാണ്. കാരണം നമ്മൾ എങ്ങനെയൊക്കെയാണ് മെറ്റീരിയലിനെ ക്ലീൻ ചെയ്യുക, ഏതൊക്കെ മെറ്റീരിയൽ ഉണ്ട്, എങ്ങനെയൊക്കെ ഏതൊക്കെ മെറ്റീരിയലിന് ഏതൊക്കെ യൂസ് ചെയ്യുന്നൊക്കെ പഠിച്ചാണ്. സോ ഞാൻ അതിലേക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. നെക്സ്റ്റ് നമുക്ക് മെക്കാനിക്കൽ ക്ലീനിങ് മെത്തേഡുകളുണ്ട്. മെക്കാനിക്കൽ ക്ലീനിങ് മെത്തേഡിൽ അപ്പൊ ഓയില്, പെയിന്റ്, ഗ്രീസ് കഴിഞ്ഞാല് ഈ ഡേർട്ട്, റസ്റ്റ് തുടങ്ങിയ സാധനങ്ങൾ, റസ്റ്റ് ആൻഡ് ഡേർട്ട്, ഇതിനെ നമുക്ക് എന്തൊക്കെ ചെയ്യാം? വയർ ബ്രഷ് ചെയ്യാം, ഗ്രൈൻഡ് ചെയ്യാം അല്ലെ, ഗ്രൈൻഡ് ചെയ്യാം, ഫയലിംഗ് ചെയ്യാം, വയർ ബ്രഷ് യൂസ് ചെയ്യാം, ദെൻ സ്ക്രാപ്പ് ചെയ്യാം, സ്ക്രാപ്പിംഗ്, ബ്ലാസ്റ്റ്, ഈ പറയുന്ന സാൻഡ് ബ്ലാസ്റ്റ് ചെയ്യാം, എമറി പേപ്പർ വെച്ചിട്ട് റബ്ബ് ചെയ്യാം. ഇങ്ങനെയുള്ള കുറെ മെത്തേഡ്സ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഒരു ഹെവി സർഫേസ് റിമൂവൽ ഒക്കെ വേണമെങ്കിൽ നമുക്ക് മെഷീനിങ്ങും ചെയ്യാം. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇവിടെ നമുക്ക് ഓർത്തിരിക്കേണ്ട 2 പോയിന്റ് ഞാൻ പറഞ്ഞു. ഒന്ന് ഫെറസ് മെറ്റൽസ്. മൈൽ ലിസ്റ്റിൽ ഫെറസ് മെറ്റലാണ്. ഫെറസ് മെറ്റൽസിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി കാർബൺ സ്റ്റീൽ വയർ ബ്രഷ് യൂസ് ചെയ്യുന്നു. ഓർത്തിരുന്നോ? ഫെറസ് മെറ്റൽസിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി കാർബൺ സ്റ്റീൽ വയർ ബ്രഷ് ആണ് റെക്കമെൻഡ് ചെയ്യുന്നത് ഫെറസ് മെറ്റൽസിന്. ഓക്കെ, സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ലെങ്കിൽ നോൺ ഫെറസ് മെറ്റൽസിന്, SS ഓർ നോൺ ഫെറസിനെ SS വയർ ബ്രഷ് ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ തന്നെ വയർ ബ്രഷ് ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇത് ഓർത്തിരുന്നു കേട്ടോ. ഈ 2 പോയിന്റ്, 1, 2, ഈ 2 പോയിന്റ് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. ചില സമയത്ത് ക്വസ്റ്റ്യൻ ആയിട്ട് കയറി വരാറുണ്ട്. ഓർത്തിരിക്കാം. ക്ലിയർ? ഓക്കെ, ആകെ 2 പോയിന്റിലേ പഠിക്കാനുള്ളൂ. കെമിക്കൽ ക്ലീനിങ് ഉണ്ട്, മെക്കാനിക്കൽ ക്ലീനിങ് ഉണ്ട്. ഓയിൽ, ഗ്രീസ്, പെയിന്റ് കെമിക്കൽ ക്ലീനിങ് പൊക്കുള്ളൂ. റസ്റ്റ്, സ്കെയിൽ, റഫ് പെയിന്റ്, റഫ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ, റസ്റ്റ്, ഇതൊക്കെ നമുക്ക് മെക്കാനിക്കൽ ക്ലീനിങ് വഴി പോവാം. ഓക്കെ,
ഒരു അതായത് കെമിക്കൽ കണ്ടാമിനേഷൻസ് ഒക്കെ കെമിക്കൽ ക്ലീനിങ്, ഫിസിക്കൽ കണ്ടാമിനേഷൻ ആൻഡ് കൊറോഷൻ ഒക്കെ മെക്കാനിക്കൽ ക്ലീനിങ്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ആ കാർബൺ സ്റ്റീൽ വയർ ബ്രഷിന്റെ കാര്യം, സ്റ്റെയിൻലെസ് സ്റ്റീൽ വയർ ബ്രഷിന്റെ കാര്യം ഒന്ന് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമ്മൾ എങ്ങനെ ഇത് ചെയ്യാം? ആദ്യം നമ്മൾ ഈ ജോയിന്റ് ഇൻസ്പെക്ട് ചെയ്യണം, എന്തെങ്കിലും കണ്ടാമിനൻസ് ഇതിലുണ്ടോ എന്ന്. പിന്നെ നമ്മൾ സ്റ്റാർട്ട് വിത്ത് കെമിക്കൽ ക്ലീനിങ്, അതിനുശേഷം ഫോളോ വിത്ത് മെക്കാനിക്കൽ ക്ലീനിങ്. ആദ്യം നമുക്ക് ഓയിലി പെയിന്റ് ഗ്രീസ് ഒക്കെ, അതായത് ഓയിലി സംഭവങ്ങളൊക്കെ ആദ്യം കളയുന്നു. അതിനുശേഷം റസ്റ്റും സ്കെയിലും റിമൂവ് ചെയ്യുന്നു. ദെൻ നമുക്ക് എമറി പേപ്പർ വെച്ച് ഫിനിഷ് ചെയ്യാവുന്നതാണ്. വയർ ബ്രഷ് കുറച്ചുകൂടെ ബ്രൈറ്റ് സർഫേസിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. ഇതിനുശേഷം എന്ത് ചെയ്തോളണം? ഡ്രൈ ബിഫോർ വെൽഡിങ്. കാരണം ഇതിൽ വാട്ടർ പേപ്പർ എവിടെ ഉണ്ടാവാൻ പാടില്ല. അപ്പം ബിഫോർ വെൽഡിങ് നമ്മൾ ഡ്രൈ ചെയ്യണം. ഓക്കെ, ക്ലിയർ? ദെൻ ഇറ്റ് വിൽ ബി എ ക്ലീൻ സർഫേസ്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? വെൽഡിങ്ങിലേക്ക് പോവാം. ഇനി വെൽഡിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് ആർക്ക് വെൽഡിങ്? നമ്മൾ എഡ്ജ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ പോവുകയാണ് ആർക്ക് വെൽഡിങ്ങിലേക്ക്. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? എഡ്ജ് പ്രിപ്പയർ ചെയ്തു. ആർക്ക് വെൽഡിങ്ങിലേക്ക് പോവാണ്. ആർക്ക് വെൽഡിംഗ് എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞാണ്. ഇലക്ട്രിക് കറണ്ട് പാസസ് ത്രൂ വിത്ത് ആൻ എയർ ഗ്യാപ്പ്. അവിടെ ഒരു ആർക്ക് ഫോം ചെയ്യുന്നു. ആ ആർക്ക് ഒരു ഹൈ ഹീറ്റ് ഡെവലപ്പ് ചെയ്യുന്നു. ആ ഹീറ്റ് ഏകദേശം 3600 ഡിഗ്രിയോളം വരും. ഇത് എന്ത് സംഭവിക്കുന്നു? അവിടെയുള്ള ബേസ് മെറ്റലിനെ അല്ലെങ്കിൽ പാരന്റ് മെറ്റലിനെ മെൽറ്റ് ചെയ്യുന്നു. അവിടെ ഫ്യൂസ് നടക്കുന്നു, അല്ലെ? ഫ്യൂസ് മെറ്റൽസ് അവിടെ അങ്ങനെ കമ്പൈൻ ചെയ്യാണ് ചെയ്യുക. അപ്പൊ ഹീറ്റ് സോഴ്സ് എന്ന് പറയുന്നത്, ഇവിടുത്തെ ഹീറ്റ് സോഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ആർക്കാണ്. ഹീറ്റ് സോഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ആർക്കാണ്. ഹീറ്റ് സോഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ആർക്കാണ്. ക്ലിയർ ആണല്ലോ? ഇത് കുറെ ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ കാരണം ഇന്നലെ ഞാൻ എല്ലാം ഒന്ന് ബേസിക് ആയിട്ട് പറഞ്ഞാണ്, പക്ഷെ നമുക്ക് ഒന്നും കൂടെ പറഞ്ഞു പോവാം. അതിൽ ഒന്നാമത്താണ് SMAW, ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ്. SMAW, ഷീൽഡഡ് മെറ്റൽ ആർക്ക്. ഞാൻ അത് കുറച്ച് ഫിഗറിന്റെ സഹായത്തോടു കൂടി തന്നെ പറയാം. ഈ 2 പോയിന്റ് ഓർത്ത് വെച്ചോട്ടോ, ഞാൻ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആർക്ക് വെൽഡിംഗ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അതിൽ ഫസ്റ്റത്തേതാണ് SMAW, ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഈ ആർക്ക് ഫോം ചെയ്യുന്നത് ഷീൽഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗില് മാനുവൽ മെറ്റൽ ആർക്ക് ഓർ സ്റ്റിക്ക് വെൽഡിംഗ് എന്ന് അറിയപ്പെടാറുണ്ട്. മെറ്റാലിക് കൺസ്യൂമബിൾ ഇലക്ട്രോൺ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം ആർക്ക് ഫോം ചെയ്യുന്നത് ബിറ്റ്വീൻ ഇലക്ട്രോഡ് ടിപ്പ് ആൻഡ് ബേസ് മെറ്റലാണ്. ക്ലിയർ? ഇലക്ട്രോഡ് തന്നെയാണ് ഒരു ഫില്ലർ മെറ്റീരിയൽ ആയിട്ടും ഇവിടെ ആക്ട് ചെയ്യുന്നത്. മെൽറ്റ് ആൻഡ് ആക്ട് ആസ് ഫില്ലർ മെറ്റീരിയൽ. വെരി കോമൺ പ്രോസസ് ഇൻ ഫാബ്രിക്കേഷൻ ആൻഡ് റിപ്പയർ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇറ്റ്സ് എ കോമൺ മെത്തേഡ് ഇൻ ഫാബ്രിക്കേഷൻ. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ദിസ് ഈസ് ഇലക്ട്രോഡ്, ദിസ് ഈസ് ഹോൾഡർ. ഇവിടെ ഉണ്ടാവുന്ന ഗ്യാപ്പിലാണ് ആർക്ക് ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിച്ചതാണ് CAW, കാർബൺ ആർക്ക് വെൽഡിംഗ്. ഇവിടെ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഒരു നോൺ കൺസ്യൂമബിൾ കാർബൺ ഇലക്ട്രോഡ് ആണ്. ഓക്കെ, നോൺ കൺസ്യൂമബിൾ കാർബൺ ഇലക്ട്രോഡ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. സെപ്പറേറ്റ് ഫില്ലർ റോഡ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ? കാർബണോട് ഒരിക്കലും എന്ത് ചെയ്യില്ല, മെൽറ്റ് ചെയ്യുന്നില്ല. ഇതൊരു ജസ്റ്റ് ആർക്ക് സോഴ്സ് ആയിട്ട് മാത്രമാണ് കാർബൺ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പൊ അത് മാത്രമാണ് ഓർത്തിരുന്നാൽ മതി. നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് ആറ്റോമിക് ഹൈഡ്രജൻ വെൽഡിംഗ് എന്ന് പറയുന്നത്. ആറ്റോമിക് ഹൈഡ്രജൻ വെൽഡിങ്ങിനെ കുറിച്ച് LRPC സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആർക്ക് ഫോംസ് ബിറ്റ്വീൻ 2 ടങ്സ്റ്റൺ ഇലക്ട്രോഡ്. 2 ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ഇവിടെ ഉണ്ട്, 1, 2, അല്ലെ? ആർക്ക് ഫോംസ് ബിറ്റ്വീൻ 2 ടങ്സ്റ്റൺ ഇലക്ട്രോഡ്. ഹൈഡ്രജനോട് ആരായിട്ട് വർക്ക് ചെയ്യാണ്? അറ്റ്മോസ്ഫിയറോ ഹൈഡ്രജൻ ഗ്യാസ്, അല്ലേ? പിന്നെ ഇവിടെ ഈ വർക്ക് പ്ലേസ് ചെയ്യുന്ന ഔട്ട്സൈഡ് സർക്യൂട്ട് ആണ്. അതായത് ഇവിടെ നോക്കി, വർക്ക് പീസ് ഇവിടെയാണ് ആർക്ക് ഫോം ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മളൊരു ഫില്ലർ റോഡിന്റെ സഹായത്തോടു കൂടിയാണ് അവിടെ എന്ത് ചെയ്യുന്നത്? സെപ്പറേറ്റ് ഫില്ലർ റോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കുറച്ചൊരു ഹൈ ക്വാളിറ്റി ഡീപ് പെനിട്രേഷൻ വെൽഡുകൾക്ക് തന്നെയാണ് ആറ്റോമിക് ഹൈഡ്രജൻ വെൽഡിംഗ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഹൈഡ്രജൻ മോളിക്യൂൾസ് ആണ് ഇതിനെ ഡിസോസിയേറ്റ് ചെയ്തിട്ട് ഹീറ്റ് മാക്സിമം റിലീസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വെരി ഹൈ ടെമ്പറേച്ചർ ആർക്കായിട്ടാണ് ഇതിനെ പറയുന്നത്. വെരി ഹൈ ടെമ്പറേച്ചർ. ഓക്കെ, ക്ലിയർ ആണല്ലോ?
ഓക്കെ, നെക്സ്റ്റ് ആണ് ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ്. ഇതും ഒരു ടൈപ്പ് ഓഫ് ആർക്ക് വെൽഡിംഗ് ആണ്. ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. ആർക്ക് ഫോം ചെയ്യുന്നത് ഒരു നോൺ കൺസ്യൂമർ ടങ്സ്റ്റൺ ഇലക്ട്രോണിനും ജോബിനും ഇടയിലാണ്. ഷീൽഡിംഗ് ഗ്യാസ് ആയിട്ട് ആർഗൺ അല്ലെങ്കിൽ ഹീലിയം യൂസ് ചെയ്യാം. സെപ്പറേറ്റ് ഫില്ലർ റോഡ് നമുക്ക് ആവശ്യമാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ, അലൂമിനിയം, കോപ്പർ അലോയ്സ് ഒക്കെ വെൽഡ് ചെയ്യാൻ വേണ്ടി ഇത് യൂസ് ചെയ്യാം. ഒരു ക്ലീൻ ഹൈ ക്വാളിറ്റി വെൽഡ് നമുക്ക് ഇവിടെ കിട്ടും. ഇതിനെ നമുക്ക് GTAW എന്നും കൂടെ പറയാം. GTA ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിംഗ് എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്, ടിഗ് തന്നെയാണ്. അപ്പൊ ടിഗ് അല്ലെങ്കിൽ GTAW എന്ന രീതിയിലായിരിക്കും നമുക്ക് ഹെഡിങ്ങൾ എവിടെയും കാണാം. ഇവിടെ ആകെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡ് എന്ന് പറയുന്നത് നോൺ കൺസ്യൂമബിൾ ആയിരിക്കും എന്നുള്ളതാണ്. നോൺ കൺസ്യൂമബിൾ ടങ്സ്റ്റൺ ഇലക്ട്രോഡ്. കാരണം ടങ്സ്റ്റൺ ഇലക്ട്രോഡ് കൺസ്യൂമബിൾ അല്ല അല്ലെ. ഓക്കെ, ആർക്ക് എവിടെ ഫോം ചെയ്യുന്നു? ആർക്ക് ഫോം ബിറ്റ്വീൻ നോൺ കൺസ്യൂമർ ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ആൻഡ് ജോബ്. ഇതിന്റെ ഇടയിലാണ് എന്ത് വരുന്നത്? ആർക്ക് ഫോം ചെയ്യുന്നത്. ഇനി ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമുള്ളൂ. ഇവിടെ നമുക്ക് കണ്ടിന്യൂസ്ലി ഫീഡ് കൺസ്യൂമബിൾ വയർ ആണ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. കൺസ്യൂമബിൾ ഇലക്ട്രോഡ് ആണ്. അപ്പൊ ആർക്ക് ഫോം ബിറ്റ്വീൻ കണ്ടിന്യൂസ് കൺസ്യൂമബിൾ വയർ ഇലക്ട്രോഡ് ആൻഡ് ജോബ്. ആർക്കിന്റെ ഫോർമേഷൻ എവിടെയാണെന്ന് മാത്രം ഓർത്തിരിക്കുക. ഷീൽഡ് ബൈ ഇനേർട്ട് ഗ്യാസ് ആർഗൺ തന്നെയാണ് യൂസ് ചെയ്യുക. ഇതിനെ നമുക്ക് മിഗ് എന്നറിയപ്പെടുന്നു, മിഗ് എന്നറിയപ്പെടുന്നു, അല്ലെങ്കിൽ GMAW എന്നറിയപ്പെടുന്നു അല്ലെ. ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ്. ഓക്കെ, മിഗ് മെറ്റൽ. പിന്നെ ഇതിനെ നമ്മൾ ഷീൽഡഡ് ബൈ CO2 ആണ്. ഇപ്പൊ ആർഗൺ മാറി നമ്മൾ CO2 ആണെങ്കിൽ നമ്മൾ ഇതിനെ മാഗ് എന്ന് പറയും. മെറ്റൽ ആക്റ്റീവ് ഗ്യാസ് ആണ്. പിന്നെ ഇവിടെ വയറിന്റെ ഫീഡ് ഇവിടെ കണ്ടോ, നമ്മളൊരു അതിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് വയർ ഫീഡർ മെക്കാനിസം ഒക്കെ ഉണ്ട്. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഈ പറയുന്ന കൺസ്യൂമർ വയർ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഓട്ടോമാറ്റിക് ഇൻഡസ്ട്രിയൽ ഫാബ്രിക്കേഷനിൽ ഇപ്പൊ വളരെ കോമൺ ആണ്. കോമൺ ഇൻ ഓട്ടോമോട്ടീവ് ആൻഡ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ. ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ഇപ്പോഴാണ് ഇത്രയും കോമൺ ആയത്. അപ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ലൈൻസിലൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. എന്താണ് GMAW? ഞാൻ എന്തുകൊണ്ടാണ് ഇത് വളരെ ചുരുക്കം പറഞ്ഞു പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ GMAW തന്നെ നമുക്കൊരു മോഡ്യൂൾ പഠിക്കാനുണ്ട്. ടിഗ് തന്നെ നമുക്കൊരു മോഡ്യൂൾ പഠിക്കാനുണ്ട്. ഒന്നും പഠിക്കണ്ട. ഓക്കെ, ക്ലിയർ? അപ്പൊ ബേസിക് ആയിട്ട് ഇപ്പൊ മനസ്സിലാക്കിയാൽ മതി. ഇനി അങ്ങോട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകും. നെക്സ്റ്റ് ആണ് SAW, സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ്. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇവിടെ എന്ന് പറയുന്നത് ഒരു ഇൻവിസിബിൾ പ്രോസസ് ആണ്. ഇൻവിസിബിൾ. അപ്പൊ ആർക്ക് ഈസ് ഇൻവിസിബിൾ കാരണം ഇവിടെ സബ്മേർജ്ഡ് ആണ്. ആ പേര് തന്നെ അവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ് ആർക്ക് കാണാൻ സാധിക്കില്ല. അപ്പൊ ഈ ആർക്ക് ഫോം ചെയ്യുന്നത് അണ്ടർ ഫ്ലക്സ് ആണ്. അണ്ടർ ഗ്രാനുലേറ്റഡ് ഫ്ലക്സ്, പൗഡർ ഫോമിലുള്ള ഫ്ലക്സ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. പൗഡർ ഫോമിലുള്ള ഫ്ലക്സ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ കുറച്ചും കൂടെ ഒരു ഓട്ടോ ഫീഡ് മെക്കാനിസം ഒക്കെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. ആർക്ക് വിസിബിൾ അല്ല എന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വെൽഡ് സോൺ ഈസ് കംപ്ലീറ്റ്ലി സബ്മർജ്ഡ് ഇൻ പൗഡേർഡ് ഫ്ലക്സ് എന്നുള്ളത് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ട് പോയിന്റ് ആണ്. അപ്പൊ ഈ ഫ്ലക്സ് ആണ് ഓക്സിഡേഷനെ പ്രിവെന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു സ്മൂത്ത് ബീഡ് ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ഹെവി ഡ്യൂട്ടി ഫാബ്രിക്കേഷനിൽ നമുക്ക് റെക്കമെൻഡ് ചെയ്യാവുന്ന ഒന്നാണ് SAW, ഹെവി ഡ്യൂട്ടി ഫാബ്രിക്കേഷൻ. ഹെവി ഡ്യൂട്ടി ഫാബ്രിക്കേഷൻ. ഓക്കെ, സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ്. നെക്സ്റ്റ് നമുക്ക് ഇലക്ട്രോ സ്ലാഗ് വെൽഡിംഗ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ഇലക്ട്രോ സ്ലാഗ് വെൽഡിംഗ്. ഇവിടെയും എന്താണ് ആർക്ക് അണ്ടർ മോട്ടർ ഫ്ലക്സ് തന്നെയാണ്. പക്ഷെ ഇവിടെ ഒരു കീവേഡ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഹെവി പ്ലേറ്റ് വെൽഡ്. ഇലക്ട്രോ സ്ലാഗ് വെൽഡിംഗ്. ആർക്ക് ഫോം ഞാൻ പറഞ്ഞ എല്ലാത്തിനും ഞാൻ സ്റ്റാർട്ട് വിത്ത് ആർക്ക് ഫോംഡ് ബിറ്റ്വീൻ കൺസ്യൂമബിൾ വയർ ആൻഡ് ജോബ് അണ്ടർ മോട്ടർ ഫ്ലക്സ്. അപ്പൊ ജോബ് എവിടെയാണ്? മോട്ടർ ഫ്ലക്സിന്റെ അടിയിലാണ്. കൺസ്യൂമബിൾ വയറിനും ജോബ് അണ്ടർ മോട്ടർ ഫ്ലക്സിനും ഇടയിലാണ് ഇവിടെ ആർക്ക് ഫോം ചെയ്യുന്നത്. തിക്ക് വെർട്ടിക്കൽ പ്ലേറ്റുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് റെക്കമെൻഡ് ചെയ്യുന്നത്. തിക്ക് വെർട്ടിക്കൽ പ്ലേറ്റ്സ്. വെർട്ടിക്കൽ എന്ന് പറയുന്നത് ഓർത്ത് വെച്ചോ കേട്ടോ. ഓക്കെ, കാരണം ഒരു എൻ്റെ പ്രോസസ് ഓട്ടോമാറ്റഡ് ആണ് ഇവിടെ എന്ന് പറയുന്നത്. അപ്പൊ ഈ മോട്ടൺ സ്ലാഗ് മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് ഈ മെൽറ്റിംഗ് പാനിലും ബേസ് മെറ്റലിലുള്ള മോട്ടൺ സ്ലാഗ് നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വരും. അപ്പൊ ഒരു സ്പെഷ്യൽ സെറ്റപ്പ് ആണ് നമ്മളിവിടെ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? ESWക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. നമുക്ക് സ്പെഷ്യൽ വെൽഡിംഗ് പ്രോസസ്സുകൾ എന്ന് പറയുന്ന ഒരു മോഡ്യൂൾ ഉണ്ട്. ഇതിൽ നമുക്ക് ഇത് കുറച്ചും കൂടെ ESW കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇന്ന് മനസ്സിലാക്കി വെക്കുക, ബേസിക്സ് മനസ്സിലാക്കി വെക്കുക. ബേസിക് മനസ്സിലാക്കി എല്ലാ വെൽഡിങ്ങിന്റെയും ഒരു ഐഡിയ നമുക്ക് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് കുറച്ചും കൂടെ സ്പീഡിൽ അങ്ങോട്ട് പോകാൻ പറ്റും.
ഓക്കെ, നെക്സ്റ്റ് ആണ് പ്ലാസ്മ ആർക്ക് വെൽഡിംഗ്. കാരണം PSC മീൻസ് റിവിഷൻ. നിങ്ങൾ എത്ര തവണ അത് കേൾക്കുന്നോ അത്രയും നല്ലതാണ്. ഓക്കെ, PAW പ്ലാസ്മ ആർക്ക് വെൽഡിംഗ്. ഇവിടെ എന്താണ്, എവിടെ ആർക്ക് ഫോം ചെയ്യുന്നത്? പ്ലാസ്മ ആർക്ക് വെൽഡിംഗിൽ ആർക്ക് ഈസ് ഫോം ബിറ്റ്വീൻ ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ആൻഡ് ജോബ്. കാരണം ഇവിടെയും ടങ്സ്റ്റൺ ഇലക്ട്രോഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ടങ്സ്റ്റൺ ഇലക്ട്രോഡിന്റെയും ജോബിന്റെ ഇടയിൽ തന്നെയാണ് ആർക്ക് ഫോം ചെയ്യുന്നത്. പക്ഷെ ഇവിടെ പ്ലാസ്മ ഗ്യാസ് യൂസ് ചെയ്യുന്നു. ഓക്കെ, ആ ഗ്യാസ് നൈട്രജനോ ഹൈഡ്രജനോ ആർഗണോ ആവാം. ആർക്ക് പാസ് ത്രൂ ദ നാരോ നോസിൽ. ആർക്ക് ഈ നാരോ നോസിൽ പ്ലാസ്മ ഓറിഫേസിൽ കൂടെ കയറി വരുന്നു. ഒരു ഹൈ എനർജി പ്ലാസ്മ സ്ട്രീമോടെ വരുന്നു. പ്രിസിഷൻ വെൽഡിംഗ് ആൻഡ് കട്ടിങ്ങിലാണ് നമ്മൾ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം സിമിലർ ടു എന്താണ് ടിഗ് പോലെ തന്നെയാണ്, ബട്ട് ഇറ്റ്സ് മോർ ഇന്റൻസ്. ഇന്റൻസിറ്റി വളരെ കൂടുതലാണ്. പ്ലാസ്മ ആർക്കിന് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഇത് നമുക്ക് പ്ലാസ്മ കട്ടിംഗ് പ്രോസസ് എന്നും കൂടെ അറിയപ്പെടാറുണ്ട്. പ്ലാസ്മ ആർക്ക് വെൽഡിങ്ങിനെ തന്നെ ഒരു പ്രിസൈസ് കട്ടിംഗ് പ്രോസസ് എന്ന രീതിയിലും കൂടെ പറയാറുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ ഇത് എല്ലാം ഒന്ന് മനസ്സിലാക്കുക. SMAW മാനുവൽ സ്റ്റിക്ക് ആണ്. CAW കാർബൺ ഇലക്ട്രോഡ് ആൻഡ് ഫില്ലർ റോഡ് ആണ്. HW ടങ്സ്റ്റൺ 2 ഉണ്ട്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ എന്ന് പറഞ്ഞത് നോൺ കൺസ്യൂമബിൾ ടങ്സ്റ്റൺ ഇലക്ട്രോഡ്. MIG ഓട്ടോഫീഡ് വയർ ഫാസ്റ്റ് ആണ്. SIW ഹിഡൻ ആർട്ടിഫിക്സ് ആണ്. ESW സ്റ്റാക്കുൾ വെർട്ടിക്കൽ വെൽഡുകളാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. PAW പ്ലാസ്മ ജെറ്റ് ഫോർ പ്രിസിഷൻ. ഓക്കെ, ക്ലിയർ. ടെമ്പറേച്ചർ ഏകദേശം 3600 ഡിഗ്രി മെൽറ്റ് ആ ഒരു ടെമ്പറേച്ചർ ആണ് വരിക. ഒരു ക്ലീൻ വെൽഡ് കുറച്ചും കൂടെ കിട്ടുന്നത് നോർമലി നമ്മൾ ചെയ്യുന്നതിൽ ടിഗ് ഒക്കെ ആയിരിക്കും. അതിലും കൂടുതൽ അഡ്വാൻസിലേക്ക് പോകുമ്പോഴാണ് ബാക്കി പ്രോസസ്സുകളിലേക്ക് വരിക. ഇപ്പൊ ഞാൻ പറഞ്ഞതെല്ലാം എന്തിന്റെ അണ്ടർ കാറ്റഗറിയാണ്? ആർക്ക് വെൽഡിങ്ങിന്റെ അണ്ടർ കാറ്റഗറിയാണ്. കാരണം എല്ലാത്തിലും ഐ എം സ്റ്റാർട്ട് വിത്ത് ആർക്ക് ഫോം ബിറ്റ്വീൻ. ഓക്കെ, അപ്പൊ ഈ ആർക്ക് ഫോം ചെയ്യണമെങ്കിൽ എന്ത് വേണം? ആർക്ക് ഫോം ചെയ്യണമെങ്കിൽ കറണ്ട് വേണം. കറണ്ടിനെ കുറിച്ച് പഠിക്കാം അല്ലേ? ബേസിക് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പഠിക്കാൻ, ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് സിമ്പിൾ. കാരണം നമുക്ക് ആർക്ക് വെൽഡിംഗ് മെഷീൻസിനെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. ആർക്ക് വെൽഡിംഗ് മെഷീൻസ് പഠിക്കുന്നതിന് മുമ്പ് ബേസിക് ആയിട്ടുള്ള ഇലക്ട്രിസിറ്റിയെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന സമയത്ത് ബേസിക് ഇലക്ട്രിക്കൽ ടേംസ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. കറണ്ട്, വോൾട്ടേജ്, റെസിസ്റ്റൻസ്. കാരണം ഓംസ് ലോ ഓർത്ത് കഴിഞ്ഞാൽ അത് ഏകദേശം ക്ലിയർ ആവും. IV and R അല്ലെ? ബേസിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് കറണ്ട്, വോൾട്ടേജ്, റെസിസ്റ്റൻസ് ഇതിനെ മൂന്നിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. പിന്നെ നമുക്ക് AC എന്താണ്, DC എന്താണെന്ന് അറിയണം. ഓപ്പൺ സർക്യൂട്ട് ആൻഡ് ആർക്ക് വോൾട്ടേജ് എന്താണെന്ന് അറിയണം. ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എന്താണെന്ന് അറിയണം. ഇത് ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് കയറി വരാറുണ്ട്. ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ ആർക്ക് വോൾട്ടേജ് എന്താണ്, ഓംസ് ലോ എന്താണ്, ഇത്രയാണ് അറിയാനുള്ളൂ. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ആൻ ഇൻവിസിബിൾ എനർജി അല്ലെ? ഓക്കെ, ഇതൊരു ഇൻവിസിബിൾ എനർജി ഫോം ആണ്. ഇത് ഒരുപാട് വർക്ക് ചെയ്യാൻ സഹായിക്കുന്നു. നമ്മുടെ ലൈറ്റ് കത്തിക്കാൻ സഹായിക്കുന്നു, മോട്ടോർ റൺ ചെയ്യാൻ സഹായിക്കുന്നു, ഫാൻ കറങ്ങാൻ സഹായിക്കുന്നു, മെഷീൻസ് റൺ ചെയ്യാൻ സഹായിക്കുന്നു, ഹീറ്റ് ഉണ്ടാക്കാൻ സഹായിക്കുന്നു. ഓക്കെ, കാരണം വെൽഡിങ്ങില് ഹീറ്റ് ഉണ്ടാക്കാൻ സഹായിക്കുന്നുണ്ട്. ക്രിയേറ്റിംഗ് ആർക്ക് ഇൻ വെൽഡിംഗ് അല്ലെ? ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഓഫ് മെറ്റീരിയൽസ്, കോയിലുകൾ. അപ്പോ ഇത് എന്ന് പറയുന്നത് വിത്തൗട്ട് കെയർ വളരെ എന്താണ് പ്രശ്നമാണ്. പക്ഷെ ഇതുണ്ടെങ്കിലാണ് എല്ലാ കാര്യങ്ങളും നടക്കുകയുള്ളൂ എന്ന രീതിയിൽ നമ്മുടെ കാലഘട്ടം മാറി അല്ലെ? നമ്മളിപ്പോ ക്ലാസ് എടുക്കണമെങ്കിലും വി നീഡ് ഇലക്ട്രിസിറ്റി. അപ്പൊ ഇലക്ട്രിക്കൽ ടേംസിൽ ഫസ്റ്റ് ആണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസിനെ റെപ്രസെന്റ് ചെയ്യുന്നു. മൂവ്മെന്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിനെയാണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ഡെഫിനിഷൻ: മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് ഈസ് കോൾഡ് കറണ്ട്. യൂണിറ്റ് ആംപിയർ മെഷേർഡ് ബൈ അമ്മീറ്റർ. ഓക്കെ, ക്ലിയർ? വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ പ്രഷർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ? അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയാം, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയാം, പല വാക്കുകളിൽ അറിയപ്പെടാറുണ്ട്. കാരണം ഇതാണ് ഇതിനെ പുഷ് ചെയ്യുന്നത്. കറന്റിനെ പുഷ് ചെയ്യുന്ന ആൾ എന്ന് പറയുന്നത്, റിസർവോയർ എന്ന് പറയുന്നത് വോൾട്ടേജ് ആണ്. ഇറ്റ് ഈസ് എ പ്രഷർ ദാറ്റ് പുഷസ് കറന്റ് ത്രൂ എ സർക്യൂട്ട്, ആൾസോ കോൾഡ് വോൾട്ടേജ് ഓർ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. യൂണിറ്റ് എന്താണ്? വോൾട്ട് ആണ്. അളക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? വോൾട്ടിമീറ്റർ വെച്ചാണ്. ഓക്കെ, റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലോയിനെ ഇങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യുന്നു, ഇതിന്റെ ഓപ്പോസിഷൻ ഉണ്ട് എന്ന് കരുതുക. അതിനെ നമുക്ക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിഷൻ ആണ്. കറണ്ടിന്റെ ഫ്ലോനെ ഓപ്പോസിറ്റ് ചെയ്യുക. ദെൻ ഇറ്റ് ഈസ് നോൺ ആസ് ഇലക്ട്രിക് റെസിസ്റ്റൻസ്. യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ആണ്. ഇത് നമുക്ക് ഓം മീറ്റർ വെച്ചിട്ടോ മെഗർ വെച്ചിട്ടോ, ഒരു ഹയർ റെസിസ്റ്റൻസ് ഒക്കെയാണ് മെഗർ വെച്ചിട്ടോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ മെഷർ ചെയ്യാം. ഓക്കെ,
ഇനി കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ലൈക്ക് കോപ്പർ, അലൂമിനിയം, സ്റ്റീൽ, കാർബൺ തുടങ്ങിയതൊക്കെ കണ്ടക്ടേഴ്സ് ആണ്. അവിടെ റെസിസ്റ്റൻസ് കുറവാണെങ്കിലാണല്ലോ ഇലക്ട്രിസിറ്റിയുടെ ആ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റിനെ പ്രിവെന്റ് ചെയ്യുക അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്യുന്നതിനെയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ റെസിസ്റ്റൻസ് കുറവുള്ളതിനെയാണ് നമുക്ക് കണ്ടക്ടേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ടിനെ അലോ ചെയ്യുന്നു, അവിടെ റെസിസ്റ്റൻസ് കുറവായിരിക്കും. ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽ ദാറ്റ് ഡു നോട്ട് ഫ്ലോ അല്ലെങ്കിൽ ഡു നോട്ട് അലോ ദ ഇലക്ട്രിസിറ്റി ടു പാസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവിടെ ഗ്ലാസ്, മൈക്ക, റബ്ബർ, ബാക്ക്ലൈറ്റ്, പ്ലാസ്റ്റിക്, ഡ്രൈ വുഡ്, കോട്ടൺ, പോൾസ്റ്റലിൻ, ഒരുപാട് എന്തുണ്ട് ഇൻസുലേറ്റേഴ്സ് ആർ അവൈലബിൾ. അവിടുത്തെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വെരി ഹൈ. റെസിസ്റ്റൻസ് ഈസ് വെരി ഹൈ in this case. Okay, resistance is very high. Next, type of electric circuits എങ്ങനെയാണ്? അതായത് ഇതിലുള്ള റെസിസ്റ്റർ നമ്മുടെ സർക്യൂട്ടിന് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ അത് നമുക്ക് സീരീസ് സർക്യൂട്ട് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെ? കമ്പോണന്റ് കണക്റ്റഡ് എൻഡ് ടു എൻഡ്. അപ്പൊ ഒരു ഒറ്റ പാത്ത് ആയിരിക്കും, വൺ പാത്ത് ഫോർ കറണ്ട് ആയിരിക്കും. ഒരു സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തു ഒരു സ്ഥലത്ത് ഇങ്ങനെ എൻഡ് ചെയ്യുന്ന രീതിയിൽ പോകുന്നതിനെയാണ് സീരീസ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനിടയിൽ കമ്പോണൻസ് ഒക്കെ കണക്ട് ചെയ്ത് സീരീസ് ആയി കണ്ടു. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞോളൂ. അപ്പൊ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു പാർട്ട് ഫെയിൽ ആയി കഴിഞ്ഞാൽ എൻ്റെ സർക്യൂട്ട് ബ്രേക്ക് ആവും. അപ്പൊ ഇവിടുത്തെ എ എന്ന് പറയുന്ന ഒരു സർക്യൂട്ട് ബി, സി, ഡി, അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എ പൊട്ടിക്കഴിഞ്ഞാൽ എക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ബിയും സിയും ഡിയും നമുക്ക് എന്ത് ചെയ്യില്ല, വർക്ക് ആവില്ല. ഇനി പാരലൽ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ലൈക്ക് ദിസ്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ പോവാണ്, ഇടുന്ന ഒരു കണക്ഷൻ എടുക്കുന്നു, ഇവിടെ കണക്ഷൻ എടുക്കുന്നു, ഇവിടെ ഒരു കണക്ഷൻ എടുക്കുന്നു. അപ്പൊ ഇവിടെ എന്താണ്, ഇങ്ങോട്ടും വരുന്നുണ്ട് ഇങ്ങോട്ടും പോകുന്നുണ്ട്. ഇവിടെ എങ്ങനെയാണ്, ഇങ്ങോട്ടും വരുന്നുണ്ട് ഇങ്ങോട്ടും പോകുന്നുണ്ട്. അപ്പൊ ഇവിടെ മാത്രം ബ്ലോക്ക് ആയാലും ഇവിടുത്തെ സർക്യൂട്ട് എന്താണ്, ഇങ്ങോട്ട് പോയിക്കോളും. സോ ഇവിടെ എന്ന് പറയുന്നത് ഒരു പാർട്ട് ഫെയിൽ ആയി കഴിഞ്ഞാലും ദ റെസ്റ്റ് ഓഫ് ദ കമ്പോണൻസ് വിൽ എന്തായിരിക്കും, സ്റ്റിൽ വർക്ക് ആണ്, അല്ലെ? അതാണ് പാരലൽ സർക്യൂട്ട് എന്ന് പറയുന്നത്. കമ്പോണൻസ് കണക്ട് സൈഡ് ബൈ സൈഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മൾട്ടിപ്പിൾ പാസ് ഫോർ കറണ്ട് ആണ് അവിടെ പാരലൽ സർക്യൂട്ടിൽ ഓഫർ ചെയ്യാം. അപ്പൊ സീരീസ് സർക്യൂട്ട് എന്താണ്, പാരലൽ സർക്യൂട്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി എ സി അല്ലെങ്കിൽ ഡി സി. എ സി എന്ന് പറഞ്ഞാൽ എന്താണ്, ആൾട്ടർനേറ്റീവ് കറണ്ട് ആണ്. എ സി ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്, ഇവിടുന്ന് അങ്ങനെ വലിയ ക്വസ്റ്റ്യൻസ് വരാനൊന്നുമില്ല. ബട്ട് ഒന്ന് അറിഞ്ഞിരിക്കുക, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇതെല്ലാം തന്നെ ആർക്ക് വെൽഡിങ്ങിന്റെ അണ്ടർ കാറ്റഗറി പറഞ്ഞിട്ടുണ്ടോണ്ട് നമ്മളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. എ സി അല്ലെങ്കിൽ ഡി സി എന്ന് പറഞ്ഞാൽ, എ സി എന്ന് പറഞ്ഞാൽ ആൾട്ടർനേറ്റീവ് കറണ്ട് ആണ്, വേവ് ഫോം ആണ്. ഡി സി എന്ന് പറഞ്ഞാൽ വൺ ഡയറക്ഷൻ ഫ്ലോ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ. നമ്മുടെ വീടുകളിൽ വരുന്നത് എന്താണ്, എ സി ആണ്. ഹോംസിൽ, ഇൻഡസ്ട്രിയിൽ, വെൽഡിംഗ് മെഷീൻസിലൊക്കെ എ സി ആണ് കൂടുതലായിട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. ഡി സി മെഷീൻ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഡയറക്റ്റ് കറണ്ട് എന്ന് പറഞ്ഞത് വൺ ഡയറക്ഷൻ ഓൺലി ആണ്. ഓക്കെ, കാരണം വെൽഡിംഗ് പവർ സോഴ്സ് ഡി സിയിലും വരുന്നുണ്ട്. ബാറ്ററി പവർ ഡിവൈസിലാണ് കൂടുതലായിട്ട് ഡി സി വരുന്നത്. അതായത് ഒരു സ്ട്രെയിറ്റ് പാത്തിലാണ് അവിടെ നടക്കുന്നതെന്ന് ഓർത്തിരിക്കാം. അപ്പോൾ ഈ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ എ സി എന്താണ്, ഡി സി എന്താണ്. 50 ഹെർട്സ് ആണ് നമ്മൾ നോർമലി റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അപ്പൊ ഈ ബേസിക് ഇലക്ട്രിസിറ്റിനെ കുറിച്ച് ജസ്റ്റ് ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. എന്താണ് ഓംസ് ലോ എന്ന് പറയുന്നത്? ഓംസ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്, V is equal to I into R. ഇതിൽ നിന്ന് നമുക്ക് പല ഇക്വേഷൻസ് ഉണ്ടാക്കിയെടുക്കാം. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ്. 1827 ജോർജ് സൈമൺ ഓം എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത് ഡിഫൈൻ ചെയ്തതെന്ന് പറയുന്നു. ഓം, അങ്ങനെ ഓം എന്ന് പറയുന്ന ഒരു പേര് വന്നു, ഓം. ഓംസ് ഫോർമുല എന്താണ്? സിമ്പിൾ, നിങ്ങൾ ആ ഇക്വേഷൻ നോക്കുമ്പോൾ എന്താണ്, കറണ്ട് ഇൻക്രീസ് വിത്ത് വോൾട്ടേജ് ഇൻക്രീസ്, അല്ലെ? V is equal to I into R. കറണ്ട് ഡിക്രീസ് വിത്ത് റെസിസ്റ്റൻസ് ഇൻക്രീസ്. അപ്പം കറണ്ട് എന്ന് പറയുന്നത് ഇവിടെ നോക്കുക, ഇതിനെ നമുക്ക് വേറെ രീതിയിൽ എഴുതാം. R is equal to V by I. ഇപ്പൊ നോക്കി, R ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ I കുറയും, അല്ലേ? കറണ്ട് ഡിക്രീസ്, റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് കുറയും. ഇനി ഇവിടെ നോക്കിയേ, R ആൻഡ് I, V എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. R കൂടിക്കഴിഞ്ഞാൽ V കൂടും, അല്ലെ? കറണ്ട് ഇൻക്രീസ് വിത്ത് വോൾട്ടേജ് ഇൻക്രീസസ്. അപ്പൊ കറണ്ടും V is equal to I into R, അല്ലേ? അപ്പൊ ഇത് V പ്രൊപ്പോർഷണൽ ടു I ആണ്. അപ്പൊ വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് കറണ്ട് കൂടുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ ആ പ്രൊപ്പോർഷനാലിറ്റി മാത്രം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. കാരണം ഓംസ് ലോയുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അൺനോൺ ഇലക്ട്രിക്കൽ വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി. അപ്പൊ VIR ഏതെങ്കിലും രണ്ട് വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാം. അതുപോലെ വെൽഡിംഗ് എക്യുപ്മെന്റ്സിന്റെ കാലിബ്രേഷൻ സെലക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ട്രാൻസ്ഫോമേഴ്സ് വരുന്ന സമയത്ത് നമുക്ക് എന്തിന് മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഹൈ ആംബിയർ, നമുക്ക് കറണ്ട് കൂടുതലും വോൾട്ടേജ് കുറവാണ് ആവശ്യമുള്ളത്. ഓക്കെ, ആ ഒരു ടൈമിലേക്കാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. എന്താണ് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്, അതുപോലെ തന്നെ ആർക്ക് വോൾട്ടേജ്. ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് അതുപോലെ തന്നെ ആർക്ക് വോൾട്ടേജ്. ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്
ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാല് നമ്മള് നമ്മുടെ വെൽഡിംഗ് മെഷീൻ ഉണ്ട്, ഇവിടെ വർക്ക് മെറ്റീരിയൽ ഉണ്ട്, ഇവിടേക്ക് ഇലക്ട്രോഡ് ഉണ്ട്, ഇവിടേക്ക് ഇലക്ട്രോ ഹോൾഡർ ഉണ്ട്, മെഷീൻ ഉണ്ട്, ഇവിടുന്ന് ക്ലാമ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്തു? സപ്ലൈ കൊടുത്തു. മെഷീൻ ഓൺ പക്ഷെ നോ ആർക്ക്. ദിസ് ഈസ് കോൾഡ് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്. ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ when welding machine is on but arc is not yet struck, then it is known as open circuit voltage, OCV. ഇത് എന്ന് പറയുന്നത് 60 വോൾട്ട് തൊട്ട് 110 വോൾട്ട് വരെ ആയിരിക്കും. വെരി ഇമ്പോർട്ടൻറ്റ്. OCV. ആർക്ക് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ആർക്ക് വന്നു കഴിഞ്ഞു, ഇലക്ട്രോണിനും ജോബിനുള്ളിൽ ആർക്ക് ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവിടെ നമുക്ക് മെഷർ ചെയ്യാവുന്ന വോൾട്ടേജ് ആണ് ആർക്ക് വോൾട്ടേജ്. ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 18 വോൾട്ട് തൊട്ട് 55 വോൾട്ട് ആണ്. 60 to 110, 18 to 55 പഠിച്ചോളുക. ദിസ് ഈസ് OCV. OCV വിൽ റെഡ്യൂസ്ഡ് ടു ആർക്ക്. 18 വോൾട്ട് തൊട്ട് 55 വോൾട്ട് ആവും. ഈ രണ്ട് വാല്യൂസും വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ, ക്ലിയർ? കാരണം ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന സാധനം ആർക്ക് വെൽഡിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ ഫ്യൂഷൻ സംഭവിക്കണമെങ്കിൽ ഹൈ വോൾട്ടേജ് ഹൈ കറണ്ട് നമുക്ക് ഒരു ഹൈ കറണ്ടാണ് നമുക്ക് കൂടുതലായിട്ട് വരുന്നത്. അവിടെയാണ് ആർക്ക് ക്രിയേറ്റ് ആവുന്നത്. അപ്പോഴാണ് അവിടുത്തെ ബേസ് മെറ്റൽ എന്ത് ചെയ്യുന്നത്? മെൽറ്റ് ആവുന്നത്, ഇലക്ട്രോഡ് മെൽറ്റ് ആവുന്നത്. ഇനി റെസിസ്റ്റൻസ് വെൽഡിങ്ങിന്റെ കേസ് എടുക്കാന്ന് വിചാരിക്കാം. റെസിസ്റ്റൻസ് വെൽഡിംഗ് എന്ന് പറയുന്നത് ഇപ്പം H is equal to I squared RT എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പൊ ഈ ഐന്റെ എമൗണ്ട് വളരെ കൂട്ടിക്കഴിഞ്ഞാൽ, ഐന്റെ അളവ് വരെ കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഹീറ്റ് എന്ത് സംഭവിക്കും? ഒരു റെഡ് ഹീറ്റിലേക്ക് നമുക്ക് പെട്ടെന്ന് എത്തിക്കാൻ പറ്റും. ഓക്കെ, ഹീറ്റ് മെറ്റൽ ടു റെഡ് ഹോട്ട്. അതായത് അങ്ങനെയാണ് റെസിസ്റ്റൻസ് വെൽഡിങ്ങിന്റെ ആപ്ലിക്കേഷൻ. അങ്ങനെയാണ് ഒരു ഹൈ കറണ്ട് ഷോർട്ട് ടേമിലേക്ക് നമ്മൾ പാസ് ചെയ്യും. അപ്പൊ ഐ വളരെ കൂടി കഴിഞ്ഞാൽ അവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഹീറ്റ്, കാരണം ഐ സ്ക്വയർഡ് ആർക്കാണ്, ഐ സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ ഒരു 50 എന്ന് പറയുന്ന ആംബിയർ 100ലേക്ക് എത്തിക്കഴിഞ്ഞാൽ തന്നെ അവിടെ ഉണ്ടാവുന്ന ഹീറ്റ് ഒറ്റയടിച്ച് കയറി പോവാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ മെറ്റലിനെ പെട്ടെന്ന് റെഡ് ഹോട്ട് ടെമ്പറേച്ചറിലേക്ക് വരും. റെഡ് ഹോട്ട് എന്ന് പറഞ്ഞാൽ മാലിബിലിറ്റി കിട്ടുന്ന ഒരു ടെമ്പറേച്ചർ ആണ്. ആ മാലിബിലിറ്റി കിട്ടുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു പ്രഷറും കൂടെ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് റെസിസ്റ്റൻസ് വെൽഡിങ് ക്ലിയർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, റെസിസ്റ്റൻസ് വെൽഡിങ്ങിന്റെ ആപ്ലിക്കേഷൻ ആ രീതിയിലാണ്. നമ്മൾ റെഡ് ഹീറ്റ് ടെമ്പറേച്ചറിലേക്ക് ഐ സ്ക്വയർ, അതായത് കറണ്ടിന്റെ അളവ് കൂട്ടി, മാഗ്നിറ്റ്യൂഡ് കൂട്ടിയിട്ട് ഷോർട്ട് ടൈമിൽ പാസ് ചെയ്ത് ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ ഹീറ്റ് ഇൻപുട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്കെ, പാസസ് ഹൈ കറന്റ് ഫോർ എ ഷോർട്ട് ടൈം, ഹീറ്റ് മെറ്റൽ ടു റെഡ് ഹോട്ട്, പ്രഷർ ഈസ് അപ്ലൈഡ് ടു വെൽഡ്. അങ്ങനെ 3 കണ്ടീഷൻ വെച്ചിട്ടാണ് ഇത് റെസിസ്റ്റൻസ് വെൽഡിങ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടെ നമുക്ക് ആർക്ക് കറണ്ടിന്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട് അല്ലെ. ഇലക്ട്രോൺ ബീം വെൽഡിങ്ങിനാണെങ്കിലോ ഇലക്ട്രോൺസ് ആണ് ഒരു ഹൈലി ഫോക്കസ്ഡ് ബീമിൽ കൂടെ പോകുന്നത്. അവിടെ ഒരു ഗ്രേറ്റർ എനർജി സോഴ്സ് ആണ് വരുന്നത്. ഇലക്ട്രോ സ്ലാഗ് വെൽഡിങ്ങിലും ഹീറ്റ് ജനറേറ്റർ യൂസ് ചെയ്യുന്നത് റെസിസ്റ്റൻസ് ഓഫ് സ്ലാഗും അതുപോലെ തന്നെ മോൾട്ടൺ സ്ലാഗ് കൂടെ പാസ് ചെയ്യുന്ന കറണ്ടിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ അത് നമുക്ക് പഠിക്കേണ്ടതുണ്ട്, നമുക്ക് പഠിക്കാം. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇത്രയാണ് ബേസിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളൂ. നെക്സ്റ്റ് നമുക്ക് ഒരു പോയിന്റ് കൂടെ പഠിക്കാനുണ്ട്, ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ. ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു നോ വാട്ട് ഈസ് ഹീറ്റ് ആൻഡ് വാട്ട് ഈസ് ടെമ്പറേച്ചർ. ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പഠിക്കണം അല്ലെ. ആദ്യം നമുക്ക് ഇതിന്റെ ഡിഫറൻഷിയേഷൻ പഠിക്കണം. എന്തൊക്കെയാണ് ഇതിന്റെ യൂണിറ്റുകൾ, എങ്ങനെ ഇതിനെ കൺവേർട്ട് ചെയ്യാം, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവിടെ നിന്ന് ആകെ വരാൻ സാധ്യതയുള്ള ആ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഹീറ്റ് എന്ന് പറയുന്നത് എ ഫോം ഓഫ് എനർജി. തെർമോഡൈനാമിക്സ് പഠിക്കുന്ന സമയത്ത് നമുക്ക് അറിയുന്ന കാര്യമാണ് ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി അല്ലെ. ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇതിന്റെ ഇന്റൻസിറ്റി ആണ്. മെഷർ ഓഫ് ഇന്റൻസിറ്റി ഓഫ് ഹീറ്റ് ഈസ് നോൺ ആസ് ടെമ്പറേച്ചർ. അപ്പോൾ ഹീറ്റ് എന്ന് പറയുന്നത് ഹോട്ട് ബോഡിയിൽ നിന്ന് കോൾഡ് ബോഡിയിലേക്ക് എന്ത് ചെയ്യുന്നു? ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെ. ഒരു ഉയർന്ന താപനിലയിൽ നിന്ന് താഴ്ന്ന താപനിലയിലേക്ക് എപ്പോഴും ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇതിന്റെ ഇൻഡിക്കേഷൻ ആണ് ഹൗ ഹോട്ട് ഹൗ കോൾഡ് എ ബോഡി ഈസ് എന്ന് പറയുന്നതാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഹീറ്റിൽ എപ്പോഴും ഒരു മോളിക്കുലർ മോഷന്റെ ഇൻക്രീസോ അല്ലെങ്കിൽ ഡിക്രീസോ പറയുന്ന സമയത്ത് അതിനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അതിന്റെ ഇന്റൻസിറ്റി എത്രയാണെന്ന് നമ്മൾ റെക്കോർഡിക്കലി പറയുന്നു. അപ്പൊ ഇതിന് വേണ്ടി നമുക്ക് ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഈസ് നോൺ ആസ് ടെമ്പറേച്ചർ. Degree of hotness is temperature. ഓക്കെ, കാരണം ഹീറ്റ് എന്ന് പറയുന്നത് എനർജി ട്രാൻസ്ഫർ ആണ്. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അതിന്റെ ഇന്റൻസിറ്റി ഓഫ് ഹീറ്റ് നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു എന്നുള്ളതാണ്. ക്ലിയർ?
ക്ലിയർ? അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഡിഗ്രി സെൽഷ്യസോ ഡിഗ്രി ഫാരൻഹീറ്റോ കെൽവിനോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ നമുക്ക് ആകെ പഠിക്കാനുള്ളത് ഈ ഡിഗ്രി സെൽഷ്യസ് ടു ഫാരൻഹീറ്റ് കൺവേർഷൻ മാത്രമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. അപ്പൊ സെന്റിഗ്രേഡ് നമുക്കറിയാം ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 0 ഡിഗ്രിയാണ്. ഫാരൻഹീറ്റിൽ അത് 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഇവിടെ എന്ന് പറയുന്നത് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇവിടെ അത് 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട്, അതായത് ഡിഗ്രി സ്കെയിലിൽ 100 ഡിവിഷൻ ആവുള്ളത് അല്ലെ. ഇതിന്റെ ഇടയിലുള്ള ഡിവിഷൻ എന്ന് പറയുന്നത് 100 ഡിവിഷൻ ആവുള്ളത്. ഇവിടെ ഇതിന്റെ ഇടയിലുള്ള ഡിവിഷൻ എന്ന് പറയുന്നത് എത്രയുണ്ട്? 180 ഡിവിഷൻ ഉണ്ട്. 180 സോറി, ഇതിനിടയിൽ 180 ഡിവിഷൻ ഉണ്ട്. 32നും 212 അടിക്കും. ഇതിന്റെ ഇടയ്ക്ക് 100 ഡിവിഷൻ ആവുള്ളത്. ക്ലിയർ? ഓക്കെ, അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു ഇക്വേഷൻ ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. എന്താണ് ഇക്വേഷൻ എന്ന് അറിയോ? എങ്ങനെ എഴുതാം? അല്ലേ? എഴുതിക്കൂടെ? ക്ലിയർ? C equal to F minus 32 into 5/9. C is equal to F minus 32 into 5/9. നിങ്ങൾ എല്ലാ ചെറുപ്പകാലങ്ങളിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആയിരിക്കും. ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് പഠിക്കാം. കൂടുതലായിട്ടും 100 ഡിഗ്രിന്റെ കറസ്പോണ്ടിങ് ഫാരൻഹീറ്റ് എത്രയാണ്? 122 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറഞ്ഞാൽ 50 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതൊക്കെ -40 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -40 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഈ 3 വാല്യൂ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വെച്ചോളുക. കാരണം ഇത് ആ സമയത്ത് നമ്മൾ ഇക്വേഷനൊക്കെ ഇട്ട് ചെയ്യേണ്ട ഈ 3 വാല്യൂസ് ആണ് സ്ഥിരമായിട്ട് കണ്ടിട്ടുള്ളൂ. വേറെ വാല്യൂസ് ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ -40 ഡിഗ്രി സെൽഷ്യസ് ഈസ് ഈക്വൽ ടു -40 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറയുന്നത് നമുക്ക് അറിയാമെങ്കിൽ നമ്മൾ ആ സമയത്ത് ഇരുന്നിട്ട് കുറെ നേരം കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 122 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. 50 ഡിഗ്രി സെൽഷ്യസ് നമുക്ക് അറിയാമെങ്കിൽ ആ സമയത്ത് നമുക്ക് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യണ്ട. അപ്പം ഞാൻ ആകെ 3 വാല്യൂസ് ആണ് നിങ്ങളോട് പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നുള്ളൂ. ഇത് മാത്രം പ്രാക്ടീസ് വെച്ച് വെക്കുക. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിലേക്ക് ഈ വാല്യൂ ക്വസ്റ്റ്യൻ വരുമ്പോൾ തന്നെ ആൻസറിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആ സമയത്ത് വേണമെങ്കിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ബട്ട് ഐ റെക്കമെൻഡ് ടു റിവൈസ് ദീസ് 3 വാല്യൂസ് 1 or 2 times. ഓക്കെ, ക്ലിയർ? ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്കറിയാം ഈ ഇപ്പം ആപ്ലിക്കേഷൻ ഓഫ് ഹീറ്റും കൂടെ ഇതിന്റെ കൂടെ വരുന്നതാണ്. ഇപ്പൊ ഓക്സിഡേഷൻ ഫ്ലെയിമിന്റെ ടെമ്പറേച്ചർ നമ്മൾ ഓക്സിഡേഷൻ ഫ്ലെയിം പഠിച്ച സമയത്ത് 3100 തൊട്ട് 3300 ഡിഗ്രി സെൽഷ്യസ് എന്ന് പഠിച്ചതാണ് അല്ലെ. ഓൾറെഡി അറിയുന്ന കാര്യമാണ്. ഇപ്പൊ ഓക്സിഡേഷൻ ഫ്ലെയിമിന്റെ ടെമ്പറേച്ചർ 3200 ഡിഗ്രി നമുക്ക് ആവറേജ് പറയാം. അപ്പോൾ ഒരു മെൽറ്റിംഗ് പോയിന്റ് 1530 ഡിഗ്രി സെൽഷ്യസ് ഉള്ള എം എസിന്റെ മെൽറ്റിംഗ് പോയിന്റ് ഇടയ്ക്ക് ക്വസ്റ്റ്യൻ വരാറുണ്ട്. 1530 ഡിഗ്രി സെൽഷ്യസ്. അയൺ കാർബൺ ഡയറൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ സ്ഥിരം പറയുന്ന ഒരു വാല്യൂ ആണ് 1530 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ ഇവിടെ നമുക്ക് ഓക്സിഡേഷൻ ഫ്ലെയിമിന് കൊടുക്കുന്ന നോസിൽ വലുതാണെന്ന് വിചാരിക്കാം. അതായത് നമ്മൾ ഇവിടെ കൊടുക്കുന്ന നോസിൽ വലുതാണ്. ഇവിടെ നമ്മുടെ ബേസ് മെറ്റൽ ഉണ്ട്. ഈ ബേസ് മെറ്റൽ ഇവിടം വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ? ക്ലിയർ ആണല്ലോ? അപ്പൊ ലാർജ് നോസിൽ യൂസ് ചെയ്തു. അപ്പൊ ഇവിടെ നമുക്ക് മോർ ഗ്യാസ് കിട്ടി. അപ്പൊ നമുക്കിവിടെ മോർ ഹീറ്റ് കിട്ടി. ക്ലിയർ? ഇനി നമുക്കിവിടെ ചെറിയ നോസിൽ യൂസ് ചെയ്തു. അപ്പൊ ഇവിടെ കുറച്ചേ നമുക്ക് ലിറ്റിൽ ഗ്യാസ്. ഇവിടെ നമുക്ക് ലെസ് ഹീറ്റ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ലാർജ് നോസിൽ സൈസ് യൂസ് ചെയ്യുന്ന സമയത്ത് മോർ ഗ്യാസ് അവിടേക്ക് വരുന്നു, മോർ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നു. സ്മോൾ നോസിൽ സൈസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടേക്ക് വരുന്ന ഗ്യാസിന്റെ എമൗണ്ട് വളരെ കുറവാണ്, ഹീറ്റ് ജനറേഷൻ വളരെ കുറവാണ്. അപ്പോൾ സെയിം മെൽറ്റിംഗ് പോയിന്റ് ഉള്ള മെറ്റീരിയൽസിന്റെ തിക്നെസ് അനുസരിച്ച്, പ്ലേറ്റിന്റെ തിക്നെസ് അനുസരിച്ച്, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഇപ്പൊ 1.5 mm എംഎസും 6 mm പ്ലേറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. രണ്ടിനും നമുക്ക് ഒരേ നോസിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു സ്ഥലത്ത് കുറെ ഹീറ്റ് ഉണ്ട്. ചിലപ്പോൾ ഒരു 1.5 mm നമ്മൾ വലിയ നോസിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്പത്തിന് ഉരുകി പോകും, പിന്നെ ഷീറ്റ് ബാക്കി ഉണ്ടാവില്ല. ഇനി 6 mm അല്ലെങ്കിൽ 25 mm തിക്നെസ് ഉള്ള ഒരു വർക്ക് പീസിൽ നമ്മൾ ഈ പറയുന്ന കുഞ്ഞു നോസിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ താഴേക്ക് പെനിട്രേഷൻ എത്തില്ല. സോ സെയിം മെൽറ്റിംഗ് പോയിന്റിലുള്ള മെറ്റീരിയൽ ആണെങ്കിലും ഇതിന്റെ മെറ്റീരിയലിന്റെ തിക്നെസ് അനുസരിച്ച് നമുക്ക് നോസിൽ സൈസിൽ വേരിയേഷൻസ് വരുത്തണം. ദെൻ ഓൺലി നമുക്ക് കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ നമുക്ക് അവിടെ കിട്ടുള്ളൂ. അപ്പൊ തിക് പ്ലേറ്റ്സ് നീഡ് ബിഗർ നോസിൽസ് ആൻഡ് മോർ ഹീറ്റ്. തിൻ മെറ്റൽസ് നീഡ് ലെസർ സൈസ് ഓഫ് നോസിൽസ് ആൻഡ് ലെസ് ഹീറ്റ് വി നീഡ്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സ്റ്റാൻഡേർഡ് ടേബിൾ പഠിക്കേണ്ടതുണ്ട്. അതിനാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞു വന്നത്. നോക്കിയോ, ഈ ഒരു ടേബിൾ നോക്കിക്കോ കേട്ടോ.
പ്ലേറ്റിന്റെ തിക്നെസ്സും അപ്രോക്സിമേറ്റ് കൺസപ്ഷനും നോസിൽ സൈസും. അപ്പൊ 0.8 കറസ്പോണ്ടിങ് ആയിട്ടുള്ള നോസിൽ സൈസ് 1 ആണ്. അവിടുത്തെ കൺസപ്ഷൻ എന്ന് പറയുന്നത് 28 ആണ്. അപ്പൊ ഇവിടെ നോക്കുക 1.4 എന്നത് പിന്നെ പോയത് 0.4 ഡിഫറൻസിൽ 1.2, പിന്നെ ഒരു 0.4 ഡിഫറൻസിൽ 1.6. അപ്പൊ 1, 2, 3. പിന്നെ നമുക്ക് 1.6ന് 2 to 2.5 മാറി, 3 to 3.57 മാറി. ഈ വാല്യൂ നിങ്ങളോട് പഠിക്കാൻ പറയാണ്, ഇതും പഠിക്കാൻ പറയാണ്. ഓക്കെ, ക്ലിയർ? ഓക്കെ, കൂടുതലും 1 എന്ന് പറയുന്നത് 28, 2 എന്ന് പറയുന്ന 86, 3 എന്ന് പറയുന്നത് 85, 5 എന്ന് പറയുന്നത് 152. ഏകദേശം ഇപ്പൊ 10ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് 10 നോസൽ സൈസ് ആണെങ്കിൽ 10 × 28 ആയിരിക്കും ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്രോക്സിമേറ്റ് വാല്യൂ അങ്ങനെ തന്നെയാണ് വരാറുള്ളൂ. അപ്പോൾ 10 × 28 ചെയ്യാം, 280 ആയിരിക്കും അവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത്. അവിടെ അതായത് ഒരു അവറിൽ അവിടേക്ക് വരുന്ന ഗ്യാസ് എത്ര ലിറ്റർ ആണ്, ഡിസ്ചാർജ് ആണ് അവിടെ പറയുന്നത് കേട്ടോ. അപ്രോക്സിമേറ്റ് കൺസപ്ഷൻ ഓഫ് ഈച്ച് ഗ്യാസ് ലിറ്റർ പെർ അവർ ആണ് അവിടെ ഡിനോട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി വെക്കാം. ഈ ഒരു ടേബിൾ ഒന്ന് മനസ്സിലാക്കി വെച്ച് പഠിക്കുന്ന നല്ലതാണ്. അതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുന്നത് നല്ലതാണ്. ഇവിടെ നോക്കി 28ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടാണ് വരിക. എക്സാക്ട്ലി നമുക്ക് അവിടെ കണക്ട് ചെയ്യാൻ പറ്റില്ല പല സ്ഥലങ്ങളിലും, ബട്ട് അപ്രോക്സിമേറ്റ്ലി അത് തന്നെയായിരിക്കും. ഓപ്ഷൻ നോക്കി നമുക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ക്ലിയർ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണോ? ഓക്കെ, എനി ഡൗട്ട്? അജ്മൽ, അഖിൽ, അലക്സാണ്ടർ, അർജുൻ, അരുൺ, എബിൻ, ജാബിർ, നിതിൻ, റിയാസ്, റുമൈസ, സുധീഷ്, വിഷ്ണു. ഓക്കെ, അപ്പോൾ നമ്മുടെ ആർക്ക് വെൽഡിങ്ങില് മെറ്റീരിയൽ പ്രിപ്പറേഷൻ, ബേസിക് ആയിട്ടുള്ള ഹീറ്റ്, ടെമ്പറേച്ചർ കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ടൈപ്പ് ഓഫ് വെൽഡിങ് നമ്മൾ വീണ്ടും ഒന്നും കൂടെ റിവൈസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ആ പോയിന്റ്സുകൾ നമ്മൾ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഇനി ഇത് തന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ടെങ്കിലും ക്വസ്റ്റ്യൻസ് കയറി വരുന്നത് ഈ ഭാഗത്തു നിന്നൊക്കെ തന്നെയാണ് കൂടുതലായിട്ടും. അപ്പോൾ അതിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഇപ്പൊ ഇത് 3ാമത്തെ മോഡ്യൂളാന്ന് പറഞ്ഞ കാര്യമില്ല. സബ്മർജ്ഡ് ആർക്ക് വെൽഡിങ് എന്ന് പറഞ്ഞൊരു പോയിന്റ് നമ്മളിവിടെ പഠിച്ചു, ഇൻവിസിബിൾ ആണ് പഠിച്ചു. ഇത് പിന്നെയും പഠിക്കാനുണ്ട്. ആ സമയത്ത് ഇതേ പോയിന്റിൽ പഠിക്കാനുണ്ട്. ഇപ്പൊ ക്വസ്റ്റ്യൻസ് എങ്ങനെ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി തിരിഞ്ഞ് വരാം. ദാറ്റ് ഈസ് ദ എന്താ പറയാ, അതാണ് നമ്മുടെ വെൽഡിംഗ് എന്ന് പറയുന്ന എക്സാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഭയങ്കരമായിട്ട് റിവൈസ് ചെയ്യേണ്ട വരും. റിപ്പീറ്റഡ് പോയിന്റ്സ് കണ്ടമാനമുണ്ട്. ഓക്കെ, അത് നമ്മൾ വീണ്ടും മോഡ്യൂൾ പഠിക്കുമ്പോൾ ഇതേ പോയിന്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏകദേശം 1 hour ആയി. ഇന്നത്തെ ക്ലാസ് നമുക്ക് വല്ല വൈൻഡ് അപ്പ് ചെയ്യാം എന്ന് വിചാരിക്കാം. നമുക്ക് ഒരു സെക്ഷൻ കൂടെ കഴിഞ്ഞിട്ട് ഒരുമിച്ച് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വല്ലേ ക്യാൻ വി വൈൻഡ് അപ്പ്? നോസിൽ സൈസ് അപ്രോക്സിമേറ്റ്. പിന്നെന്താ, ഇവിടെ ഇത് നോക്കുക. ഈ ഒരു ടേബിൾ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. പ്ലേറ്റിന്റെ തിക്നെസ് മാറുന്നതിനനുസരിച്ച് ബിഗർ നോസിൽ സൈസിലേക്ക് മാറുന്നുണ്ട്. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോ 0.8 എന്ന് പറയുന്ന തിക്നെസ്സിന് നോസിൽ സൈസ് 1 ആണ്. ഇവിടെ 28 ലിറ്റർ ആണ് എന്ത് വരുന്നത്, പെർ അവറിൽ വരുന്ന ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നിന്ന് 0.4 ഡിഫറൻസിലാണ് 1.2 കിടക്കുന്നത്. 2 എന്ന് പറയുന്ന നോസിൽ സൈസിലേക്ക് നമ്മൾ മാറി. അതായത് 1.2 mm തിക്നെസ് കട്ട് ചെയ്യണമെങ്കിൽ 1 നോസിൽ സൈസ് പറ്റില്ല, 2 ആണ് റെക്കമെൻഡഡ്. അപ്പൊ ഇവിടെ എത്രയായി, 2 × 28, ഇവിടെ എത്രയായി, 56 ആയി. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ നോക്കി 5 എന്ന് പറയുന്ന തിക്നെസ്സിലേക്ക് പോയി. 5 തിക്നെസ്സിന്റെ നോസിൽ സൈസ് എന്ന് പറയുന്നത് എത്രയാണ്, 10 ആണ്. ഇപ്പൊ 10 × 28 ദാറ്റ് ഈസ് 280 ലിറ്റർ പെർ അവർ. ക്ലിയർ ആണോ? കിട്ടിയ? ഓക്കെ, പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കിക്കോ, ഇവിടെ 3 × 28 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 3 × 28 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 28, 56, 84 ആണ് വരേണ്ടത്. ബട്ട് ഇവിടെ 85 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, സപ്പോസ് 84, 85 എന്തായാലും ഓപ്ഷൻ വരില്ല. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ഏകദേശം വാല്യൂ നമുക്ക് ഇവിടെ കിട്ടും. ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ഈ 1ന് കറസ്പോണ്ടിങ് 28,
10 കറസ്പോണ്ടിങ് 250 സ്ഥിരമായിട്ട് വരുന്നതാണ്. ഇനി 45 ഇൻറ്റു 28 നിങ്ങളൊന്ന് ചെയ്ത് നോക്കി, എന്ത് വരും? 45 ഇൻറ്റു 28. വാട്ട് ഈസ് ദ ആൻസർ? 45 ഇൻറ്റു 28 എത്ര വരും? 45 ഇൻറ്റു 28 ചെയ്തോ, കാൽക്കുലേറ്ററിൽ ചെയ്തോ. ആൻസർ പറയാം. 45 ഇൻറ്റു 28 എത്രയാണ് ആൻസർ വരിക എന്ന് പറഞ്ഞു. വേറെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 45 ഇൻറ്റു 28. നോസിൽ സൈസ് 45 എത്ര ഡിസ്ചാർജ് വരുന്നത് കണ്ടുപിടിക്കണം. ആരും ചെയ്തില്ലേ? 1260 അല്ലേ? 1260. ഓക്കെ, 1260. ഇനി ഇവിടെ നമ്മളെ ടേബിൾ നോക്കിയേ, എത്രയാണ്? 1280. നമുക്ക് അപ്രോക്സിമേറ്റ് വാല്യൂ കിട്ടിയോ? കിട്ടിയ? ഓക്കെ. കാരണം ആക്ച്വലി ചില ടെക്സ്റ്റ് ബുക്കിൽ എക്സാക്ട്ലി മൾട്ടിപ്പിൾ ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ബട്ട് ഇപ്പോ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 1260 കിടക്കുന്നത്. അപ്പോൾ ആക്ച്വൽ പ്രാക്ടീസിൽ എന്താണ്? 28 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, hope you understood well. അങ്ങനെയാണെങ്കിൽ എല്ലാം വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. പാരലി റെക്കോർഡ് സെക്ഷൻസ് പരമാവധി വേഗതയിൽ കണ്ടു തീർക്കാനും കൂടെ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ.